ക്ലിയർ ചെയ്ത് തരുന്ന ലീഡറാണ് മിനി സാറ്. കോഴിക്കോട് സ്വദേശിയാണ്, പുറമേരിയാണ് വീട്. ഈ ബിസിനസ്സിലോട്ട് വന്ന അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് എന്താണ് വിഷയം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. കാരണം ഇന്നലെ വൈകിട്ട് ശോഭാമോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് MC ആവണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത് പിന്നെ മിനി സാർ തന്നെ പറയും. കാരണം നമുക്കിപ്പോ പുതിയ ഇൻകം പ്ലാൻ വരുന്നുണ്ട് ഈ വരുന്ന മാസം 1-ാം തീയതി മുതൽ. അതൊക്കെ ബന്ധപ്പെട്ട് മാഗ്നറ്റിസത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയാൻ കഴിവുള്ള ലീഡറാണ്. കാരണം ഒരുപാട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് മാഗ്നറ്റിസത്തെ പറ്റിയുള്ള ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 6 മാസത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ തന്നെ ഒരാളാണ് ഇതിന്റെ ഡിപ്ലോമ എടുത്തിട്ടുള്ളത്. ആ വ്യക്തിയാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി പിന്നെ അദ്ദേഹത്തെ നമുക്ക് ഈ ടോപ്പിക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മിനി സാറെ വളരെ സ്നേഹത്തോടുകൂടി ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മിനി സാർ. താങ്ക് യു പുഷ്കർ സാർ. ഗുഡ് മോർണിംഗ് ഓൾ. സൗണ്ട് ക്ലിയർ ആണോ? എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുമ്പോ നമുക്ക് വേണ്ട ഒരു എന്താ പറയാ അത്യാവശ്യമായൊരു ക്വാളിറ്റിയാണ് ആദ്യം പുഷ്കർ സാറിവിടെ കാണിച്ചത്. ഒന്ന്, ലീഡർ എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. 2, ഏത് ആളുടെ മുന്നിൽ ഏത് സദസ്സിന്റെ മുന്നിലാണെങ്കിലും നല്ല കണ്ടാമുഖത്തിന്റെ തൊലിക്കറ്റോടു കൂടി ഒരു കാര്യം പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. 2 കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ അദ്ദേഹം തന്നെ സംസാരിച്ചു. ഞാനൊക്കെ ഈ ടോപ്പിക് എന്താണെന്ന് അറിയില്ല, ഞാനത് കേൾക്കുന്ന രാത്രിയാണ്. പക്ഷെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞപ്പോ നോ എന്ന് പറയാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറാകില്ല. കാരണം എനിക്ക് മുന്നേ അനുഭവങ്ങളുണ്ട്. പുഷ്കർ സാറ് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തിനടുത്തായി. അങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാം SNDPയുടെ ഒരു വലിയ ഹാളില് നടക്കുകയാണ്. 150 ആളുകളുടെ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ടൈം തന്നത് ഒരു 10 മിനിറ്റ് ആണ്. ഉച്ചക്ക് ഒരു 10 മിനിറ്റ്. അപ്പൊ ഞാനും പവിത്ര സാറും ഇവിടുന്ന് എത്തുമ്പോഴത്തേക്ക് ആ സമയം കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ആ 10 മിനിറ്റിനുള്ളിൽ ബയോട്ടോർ എന്താണെന്നും പ്രൊഡക്റ്റ് എന്താണെന്നും എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ വളരെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ച് അദ്ദേഹം തന്നെ കാർഡ് വിതരണം ചെയ്തു. അതിനുശേഷം രണ്ടാമതൊരു എക്സ്പീരിയൻസ് എറണാകുളത്ത് പുഷ്കർ സാർ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. ഒരു പെന്തക്കോസ്റ്റ് സഭയുടെ ഒരു കൺവെൻഷൻ. അതില് 100-150 ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവര് നമ്മൾ തലേ ദിവസം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം നമുക്ക് തന്ന ടൈം അവർ മാറ്റി. ടൈം മാറ്റിന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ തന്ന ടൈം അവർ രാത്രി 8 മണിക്കേക്ക് മാറ്റേണ്ട വന്നു. അപ്പൊ നോർമലി ഒരു പുതിയൊരാളാവുമ്പോ പാനിക്കാവും. പക്ഷെ അന്നായിരുന്നു നമ്മുടെ സുധീർ സാറിന്റെ സൂമിന്റെ അന്ന് ഞാൻ സൂം ചെയ്ത ഞാൻ മറക്കാത്തൊരു ദിവസം. ഞാൻ സൂം ചെയ്ത ദിവസം ആദ്യമായിട്ട് KBCയിൽ രാത്രി സൂം ചെയ്ത ദിവസം കൂടിയായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ആ സൂം അറ്റൻഡ് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യുമെന്ന് നോക്കുമ്പോ എന്ത് ചെയ്തു, പുഷ്കർ സാറ് അവിടെ എന്ത് ചെയ്തു, BOP പ്രസന്റ് ചെയ്തെന്നുള്ള. അപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ചാല് നമ്മളെവിടെയും ഒരു റെഡിനെസ് ഉണ്ടായിരിക്കണം നമുക്ക്. പക്ഷെ പലരും ഈ റെഡിനെസ് കാണിക്കാറില്ല. പലരും ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിയാതെ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. അപ്പോ പുഷ്കർ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും. കാരണം അദ്ദേഹം ജയിക്കേണ്ടത് പേഴ്സണലി എന്റെയും കൂടി ആവശ്യമാണ്. അതേപോലെ നമ്മൾ ഈ ഇരിക്കുന്ന ഈ 100 പേര്, ഇപ്പൊ 101 പേരുണ്ട്, 101 പേരും അതേപോലെ ചിന്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടെടുക്കേണ്ട ഒരു തീരുമാനം. കാരണം കൂടെ വന്നവരെ ചേർത്ത് പിടിച്ച് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഡയറക്ട് സെല്ലിംഗിലെ ലീഡറുടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് ഏകദേശം ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു പോയത്. ടീം ബിൽഡിങ്ങും അതിന്റെ പ്രാധാന്യവും, വരാൻ പോകുന്ന പ്ലാനില് ഒരു ടീം ഇല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന നഷ്ടങ്ങളും. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം പ്ലാന് മാറാൻ പോകുന്നു. മനോജ് സാർ വളരെ ഭംഗിയായി 2 ദിവസം മുന്നേ എന്ത് ചെയ്തു, പ്രസന്റ് ചെയ്തു. എത്രത്തോളം ആളുകൾക്ക് അത് അതിന്റെ സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടു എന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, കാര്യങ്ങളിലേക്ക് പോവാം.
മിനി മേഡം ഓക്കെയാണോ? ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി ഇപ്പൊ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ, ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു മിഷൻ, എന്താ പറയാ, മനസ്സുകൊണ്ട് ഒരു മിഷനോടെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ നിങ്ങൾക്ക് നടക്കും എന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ എന്ത് ചെയ്യാ, അടുത്ത സ്ലൈഡ് കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓണല്ലേ, ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്ന് ആരെങ്കിലും ഒന്ന് ഹായ് നിട്ടോ. നമുക്ക് കോസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ സാറേ, മെസ്സേജ് ബ്ലോക്ക് ചെയ്തേക്കല്ലേ? അല്ലല്ലോ, ഓക്കെ അല്ലേ? ഇപ്പിടാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണ്, ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു സാർ. എറണാകുളത്താണോ? അതെ അതെ അതെ. ഓക്കെ, ഇതില് നമുക്കറിയാവുന്നതാണ് KBC, കേരള ബയോടെക്നോളജി കമ്മ്യൂണിറ്റി എന്ന ഓർഗനൈസേഷനിൽ ഒരുപാട് നല്ല തഴക്കവും പഴക്കവുമുള്ള ഒരുപാട് ലീഡർമാർ വന്ന് എന്താ പറയാ, വലിയ വലിയ അച്ചീവ്മെന്റ് നേടിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ബയോടെക്നോളജി ചെയ്യുന്നത് കേരളത്തിൽ. നമുക്ക് എടുത്തു കാണിക്കാൻ 10-11 കൂടുതൽ ആളുകൾക്ക് 1 കോടി 2 കോടി 3 കോടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഏത് പ്ലാനില്? 5025 രൂപ ഫാമിലി ബോണസ് ഉള്ള പ്ലാനിലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, അന്ന് ഡെയിലി കട്ട് ഓഫ് എത്രയായിരുന്നു, ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന, ഇനി 1-ാം തീയതി മുതൽ നമുക്ക് കിട്ടാൻ പോകുന്ന സീലിംഗ് എത്രയാണെന്നൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് ഈ ഇരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന ആളുകളിൽ, ഇൻക്ലൂഡിങ് ഞാൻ അടക്കമുള്ള ആളുകളുടെ ഇതുവരെ കിട്ടിയ വരുമാനവും 1-ാം തീയതി മുതൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്ലാൻ കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ എന്ന് വിശ്വസിക്കുന്നു. ശരിയാണോ? യെസ്, ഒരാളാണ് യെസ് ഇട്ടത്, ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വർഷം മുന്നേ നാളെ 1-ാം തീയതി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന പ്ലാന് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50 ലക്ഷം രൂപയൊക്കെ നമ്മൾ പലരും വാങ്ങിയിട്ടുണ്ടാവുമായിരുന്നു. ഓക്കെ, ഇപ്പോ ആളുകൾക്ക് കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ്. നമുക്ക് ഈ പുതിയ പ്ലാൻ, പഴയ പ്ലാനൊക്കെ നമുക്കറിയാം. ഇനി പുതിയ പ്ലാനിലേക്ക് വരുമ്പോ ഒരു PV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 40 രൂപ നമുക്ക് കിട്ടും അല്ലെ? ഒരു PVക്ക് റേറ്റ് 40 രൂപ. അങ്ങനെയാണെങ്കിൽ 13 PV ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പാക്കേജ് അല്ലെ? പല പാക്കേജ് 13 വരുന്നുണ്ട്, 25 വരുന്നുണ്ട്. 2 13 വന്നാൽ 26 ആയി. ഒരു 25 13 വന്നാൽ 38 ആയി. 50 PVന്റെ പാക്കേജുകളുണ്ട്, 40 PVന്റെ ഉണ്ട്, 63 ഉണ്ട്, ഒക്കെ അല്ലേ? ഈ ടീം ബിൽഡിംഗ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ടീം എന്തിന് ബിൽഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കി ബിൽഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു 13 PVയുടെ 2 പ്രൊഡക്റ്റ് ഒരാൾ എടുക്കുകയാണെങ്കിൽ ഒരു 520 രൂപ എന്ത് ചെയ്യും? മാച്ച് 13 PV മാച്ച് ചെയ്യുമ്പോൾ അത് പവറിൽ 1000 PV ഓൾറെഡി ഉണ്ടെന്ന് കൂട്ടിക്കണം. നിലവില് മണി സൈഡിൽ ഒന്നുമില്ല. ആ മണി സൈഡിൽ ഒരു 13 PVയുടെ സെയില് ഒരാൾ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 520 രൂപ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന, ടീമിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്ക് കിട്ടും അല്ലെ? അതൊരു ദിവസം 2 കട്ട് ഓഫിലും വേണ്ട 13 ഉണ്ടെങ്കിൽ 1040 ആയി. ഒരാഴ്ച 7250 ആയി. ഒരു മാസം 31,200 രൂപയായി. ഈ ചാർട്ട് പ്രകാരം നോക്കുവാണെങ്കിൽ ഒരു കട്ട് ഓഫിലെ സീലിംഗ് 1300 PV പറഞ്ഞത് അല്ലെ? 52,000 രൂപ രാവിലെയും 52,000 രൂപ വൈകുന്നേരം. എന്റെ മുന്നിലിരിക്കുന്ന ഇതിലിരിക്കുന്ന എന്താ പറയാ, ഇപ്പൊ നമ്മുടെ കൂടെ 138 ആളുള്ളതിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു 40-50% ആളുകളും മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ സീലിംഗ് അടിച്ച ആളുകളാണ്. 1000 PV മാച്ച് ചെയ്തുകൊണ്ട് 8,800 രൂപ അവയർനെസ് ബോണസ് കിട്ടിയ ആളുകളായിരിക്കും. ഇനി അങ്ങോട്ടൊരു 1000 PV സീലിംഗ് അടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒരു പേപ്പറും പേനും എടുത്ത് എഴുതി നോക്കുക. പക്ഷെ ഈ ഒരു ചാർട്ടിലുള്ള വരുമാനം 1,04,000 രൂപ ഒരു ദിവസം കിട്ടുമ്പോ ഒരാഴ്ച
7,28,000 രൂപ, ഒരു മാസം 31,20,000 രൂപ. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇത് കിട്ടാൻ ഇപ്പോ നമ്മൾ ചെയ്യുന്ന പണി ഇതേപോലെ ചെയ്താൽ കിട്ടുമോ? ഒരു ചോദ്യമാണ് എന്നോടും നിങ്ങളോടും. നമ്മൾ എന്താ ചെയ്യാ? അതാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു വഴിക്ക് നടന്നു പോകുന്നല്ലാതെ നമ്മളതിന് മാറ്റി പിടിച്ചേ പറ്റും. ഈ ബിസിനസ് സ്ട്രാറ്റജി മാറ്റിയില്ലെങ്കിൽ നമ്മൾ പാതി വഴിയിൽ തോറ്റുപോകും. അപ്പൊ തോറ്റുപോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ തന്നെ ഈ പുതിയ പ്ലാന് പറയുമ്പോ തന്നെ ടീമിന്ന് പലരും 100 PBന്റെ അപ്പുറത്തേക്കുള്ള ചിന്തയും ഇല്ല, ചർച്ചയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ ഒരു സത്യം. നിങ്ങളൊക്കെ ടീമിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ വിശ്വസിക്കുന്ന എനിക്ക് സമാധാനം. കാരണം എന്റെ ടീമിൽ മാത്രമല്ലല്ലോ, എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നത്. ശരിയല്ലേ? 100 PB വെച്ചാൽ എന്ത് കിട്ടും? 150 PB ഉണ്ടെന്ന് പോലും പലരും ചിന്തിക്കൂല. അല്ലെങ്കിൽ 500 PBന്റെ സെയിൽ ഒരു വൺ സൈഡില് ആകും എന്ന് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാ? നമ്മൾ ടീം ബിൽഡ് ചെയ്തിട്ടില്ല. ടീം ബിൽഡ് ചെയ്യുമ്പോ പയ്യാവൂരിലെ പുഷ്കർ സാർ അവിടെ 2 പേർക്ക് ഫാമിലി ബോണസ് കിട്ടുമ്പോഴാണ് സെയിൽ വെക്കുക. അപ്പൊ ചുരുങ്ങിയത് ഒരു 400 PB അവിടെ സെയിൽ കയറും. 400 PB മണി സൈഡിലാണ് കയറുന്നതെങ്കിൽ അതിന്റെ മുകളിലോട്ടുള്ള എല്ലാ ലീഡേഴ്സിനും 16,000 രൂപ കിട്ടും അല്ലെ? 400 PB ഒന്നും സെയിൽ എടുക്കാത്ത ഒരു ടീമും ഈ കേരളത്തിൽ KVCയിൽ ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ശരി തന്നെയല്ലേ ഹലോ സാറേ? ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ? ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മള് ഈ പഴയ പോയിന്റ് ഈ പുതിയ പ്ലാൻ വരുമ്പം അത് കണക്ക് കൂട്ടിയല്ലോ? ഉണ്ടാവും. ആ പഴയ പോയിന്റിന് പഴയ അവർനെസ് ബോണസ് കിട്ടും. അതല്ലേ കിട്ടുള്ളൂ. പുതിയ ഇത് വെച്ചിട്ട് പുതിയ 1-ാം തീയതി മുതൽ വരുന്ന BVകൾക്ക് പുതിയ പ്ലാനിലുള്ള വാല്യൂ ഇംപ്ലിമെന്റ് ചെയ്യും. യുവൻ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഞാൻ പറഞ്ഞു പോയത് ശരിയല്ലേ? ശരിയാണ്, 100% ശരിയാണ്. ഒരു 400 PBന്റെ സെയില് സാറിന്റെ മണി സൈഡിലോ എന്റെ മണി സൈഡിലോ ഇരിക്കുന്ന ആരുടെങ്കിലും മണി സൈഡിൽ കയറിയാൽ 1-ാം തീയതിക്ക് ശേഷമുള്ള പവറിൽ ക്യാരി ഫോർവേഡ് ഉണ്ടെങ്കിൽ 16,000 രൂപ ഉറപ്പായിട്ടും കിട്ടും. 16,000 നിലവിൽ നമുക്ക് എന്താ കിട്ടുമോ? 400 കയറിയല്ലേ 432 4,000 താഴെ. 4,000 താഴെ. അപ്പൊ ഒരു ഹെലികോപ്റ്റർ വാങ്ങാം. 4,000 താഴെ കിട്ടുമ്പോ നമ്മൾ കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മള് ഭ്രാന്തമായിട്ട് ചിന്തിച്ചു നോക്കല്ലേ? സത്യല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പൊ ഈ ചാർട്ട് കയ്യിലെടുത്തോ, എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരൊന്ന് കൂട്ടി നോക്കുക. എനിക്ക് എത്ര ടീം വേണം? അപ്പൊ നമ്മളിന്ന് ടീം ഉണ്ടാക്കാൻ പോണം. എന്തുകൊണ്ടാ? ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ മനോജ് സാർ എന്ന മനുഷ്യൻ ഒരു ഐഡിയ ഇവിടെ ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് യൂണി സാറിന്റെ ടീമിൽ സെയിൽ വരുന്നു, അഭിലാഷ് സാറിന്റെ ടീമിൽ സെയിൽ വരുന്നു, പത്തനംതിട്ടന്ന് സെയിൽ വരുന്നു, മിനി മേഡത്തിന്റെ ടീമിൽ നിന്ന് സെയിൽ വരുന്നു. അതേപോലെ തന്നെ ഇപ്പം വീഡിയോ ഓണാക്കി നമ്മളെ കുട്ടി അമ്മയുടെ ടീമായ മുക്കത്തുനിന്ന് ടീമിൽ നിന്ന് സെയിൽ വരുന്നു. ഞാൻ അടങ്ങുന്ന ഇപ്പുറത്തുള്ള ടീമിൽ നിന്ന് സെയിൽ വരുന്നു. പല ഭാഗത്തുനിന്ന് സെയിൽ വരുന്നു അല്ലെ? സെയിൽ വരുന്നത് എന്തുകൊണ്ടാ? നമുക്ക് എല്ലാവർക്കും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് വേണം? അങ്ങനെ ഒരു ടീം ഉണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആകെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും, ഞാനും നിങ്ങളും അടങ്ങുന്ന ആള് ഇന്നാണ് ID അടിച്ചത് ബയോടൂറിൽ എന്ന് ചിന്തിക്കും. ഇന്നാണ് നമ്മൾ ID അടിച്ചത്. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം, ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്കൊരു പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാവണം. നിർബന്ധമായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ആ ലിസ്റ്റ് രോഗികൾ മാത്രമാകരുത്. ഞാൻ എപ്പോഴും പറയുന്ന രോഗികളും വേണം, നമുക്ക് ലീഡേഴ്സും വേണം. ഒരു 80-20 പ്രിൻസിപ്പിൾ. നിങ്ങളുടെ ടീമിലുള്ള വളർച്ച, നിങ്ങളുടെ ടീമിൽ 100 പേരുണ്ടെങ്കിൽ 20 പേരാണ് നിങ്ങളുടെ ടീമിലെ വലിയ വിജയങ്ങളിലേക്ക് കൊണ്ടുപോവുക. അവരെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യാം, നോട്ട് ചെയ്യാം. ആ 20 പേരുടെ പിന്നെ എന്ത് വേണം? അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യാം. അതേപോലെ ആ 20 പേരിന്റെ ഉള്ളിൽ ഒരു 80-20 പ്രിൻസിപ്പിൾ ഉണ്ടാവും അല്ലെ? 20 പേര് കൂടെ ഉണ്ടെങ്കിൽ ഈ 20 പേരെയും കോർത്തിണക്കിക്കൊണ്ട് പ്രോഗ്രാമുകൾ വെക്കാൻ പറ്റുന്ന ഒരു 20% ആൾക്കാർ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ 20ന്റെ 20%.
അതിന്റെ ഉള്ളിലും എന്തുണ്ടാവും, ഒരു 80-20 പ്രിൻസിപ്പിൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ ഒരു ഇതിലും 20% ആൾക്കാർ അതിനേക്കാൾ എഫിഷ്യന്റ് ആയിരിക്കും. ഇങ്ങനെ നമ്മുടെ ടീമിൽ നിലവിലുള്ള ആളുകളെ എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്ത് ഒരു നല്ല ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ നമുക്ക് നല്ലൊരു കോർ ഉണ്ടാക്കിയെടുത്ത് അവരിലൂടെ പല ജില്ലകളില്, പല താലൂക്കുകളില്, പല പഞ്ചായത്തുകളില്, പല സംസ്ഥാനങ്ങളിലൊക്കെ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ നമ്മൾ മനോജ് സാർ അന്ന് ചെയ്തതുപോലെ ഇന്നു മുതൽ നമ്മൾ ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സീലിംഗ് അടിക്കാൻ പറ്റും. ഇനി നമ്മുടെ ടീമിൽ സീലിംഗ് മാത്രമേ ഇനി സംസാരിക്കാവൂ. സീലിംഗിന്റെ നമ്മൾ എന്ത് സംസാരിക്കും അത് നടക്കും. നമ്മൾ 100 ബീബിന്റെ ഫാമിലി കൊണ്ട് സംസാരിച്ചുകൊണ്ട് അത് മാത്രം വാങ്ങുന്ന കുറെ ആളുകൾ വന്നു. നമ്മളിനി സീലിംഗ് ആണ് സംസാരിക്കുന്നതെങ്കിൽ സീലിംഗ് അടിക്കാൻ പ്രാപ്തമായ ചിന്താ ശേഷിയുള്ള കുറെ ആളുകൾ കൂടെ വരും. അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന നമ്മുടെ ചിന്താഗതിയാണ് നമ്മൾ മാറ്റണം. കാരണം എല്ലാ ദിവസവും കുളിച്ച് കുറിയും തൊട്ട് 6 മണിക്ക് സുമുഖരുന്ന ആളുകൾ നമ്മളാണ്. ഇപ്പോഴും നമ്മളെക്കാളും കഴിവും കപ്പാസിറ്റിയുള്ള ആളുകൾ ഇപ്പോഴും ഉറങ്ങുവാണ്. നമ്മൾ അവരെയൊക്കെ ഉണർത്തേണ്ട സമയം കഴിഞ്ഞു. ഉത്തിഷ്ഠത ജാഗ്രത നാട്ടം പറഞ്ഞിരുന്നു അല്ലെ? അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, അവരെയൊക്കെ ഉണർത്തിയെടുക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി ഇന്ന് ജോയിൻ ചെയ്ത പുതിയൊരാളുണ്ടാവും ഇതിന്റെ അകത്ത്, ഈ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ ആഴ്ച ജോയിൻ ചെയ്ത് അവരെന്ത് ചെയ്യണം, ഒരു നല്ല 100 കൂടുതൽ ആളുകളുടെ ഒരു ലിസ്റ്റ് ആദ്യമേ തയ്യാറാക്കണം. ആ ലിസ്റ്റ് ഡെയിലി ഗ്രോ ചെയ്യണം എന്ന് പറയും. മിനിമം 3 പേരെ എന്ത് ചെയ്യണം, ആ പ്രോസ്പെക്റ്റിൽ ഓരോ ദിവസവും ഏഡ് ചെയ്യണം. മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് 3 പേരെ എന്ത് ചെയ്യണം, ഏഡ് ചെയ്യണം. ആ 3 പേരെ ഏഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സ്ഥലത്ത് ഇരുന്ന് കണ്ണടച്ച് 3 പേരെ മനസ്സിൽ കണ്ട് ഏഡ് ചെയ്യല്ല വേണ്ടത്. നമ്മൾ പ്ലാന് കൊടുത്ത ആളുകളെ അതിലേക്ക് ഏഡ് ചെയ്യണം. ഈവൻ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ താല്പര്യം തോന്നി, അദ്ദേഹത്തെ നമ്മൾ ഏഡ് ചെയ്യണം. എവിടെ ഏഡ് ചെയ്യണം? നമ്മുടെ ബിസിനസ് പ്രൊഫൈലിലേക്ക് കൊണ്ടുവരുന്ന പ്രോസ്പെക്ട് ലിസ്റ്റിലേക്ക് ഏഡ് ചെയ്യണം. രോഗികളുടെ പ്രോസ്പെക്ട് ലിസ്റ്റിലേക്കല്ല ഏഡ് ചെയ്യേണ്ടത്. അത് ഒരു വഴിക്ക് വേറെ ബിൽഡ് ചെയ്തത്. കാരണം നമുക്ക് സെയിൽ നിർബന്ധമായിട്ട് കിട്ടിയേ പറ്റൂ, പേഴ്സണൽ സെയിൽ എടുത്തേ പറ്റൂ. കാരണം ഇനി ഒരു ടീമാണ് നമ്മള്, ഒരു ടീമിന്റെ ജീനിയസും വിന്നർ എന്ന് പറഞ്ഞാൽ 2 കണ്ണാണ് എന്ന് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ആരും അതിനെ ചെവിക്കൊള്ളാറില്ല. പക്ഷെ ഇവിടെ പവറിൽ പുതിയ സെയിലില്ലെങ്കിൽ ഒരു ലീഡർക്ക് ഒരിക്കലും എന്ത് പറ്റില്ല, ഈ 1300 രൂപ PVക്ക് സീലിംഗ് എടുക്കാൻ പറ്റില്ല. ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പവർ അങ്ങ് വന്നു കഴിഞ്ഞാൽ ആ പവർ സൈഡിന് ഒരു ഉത്തരവാദിത്വം ആ ലീഡർക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? അത് അദ്ദേഹത്തിന്റെ അപ്ലൈ കൊണ്ടുവന്ന ലഗ്ഗായിരിക്കും. ഈ ടീമിലുള്ള ആളെ പോലും നമുക്ക് അറിയില്ലായിരിക്കും പലപ്പോഴും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അതിന് ഇതെന്റെ ടീമാണെന്ന് തോന്നിയാലല്ലേ അവരുടെ ചെല്ലാൻ പറ്റും. ആ തോന്നലില്ലാത്ത ആരെങ്കിലും ഈ ഒരു 6 മണിയുടെ സൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്താഗതി ഒന്ന് മാറ്റിപ്പിടിക്കാൻ നല്ലതായിരിക്കും. സാഗർ ജോഷി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകും അല്ലെ? അദ്ദേഹം വളരെ സീരിയസ് ആണ്. അദ്ദേഹത്തിന് സീരിയസ് നമുക്കില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. നിങ്ങളുടെ പവറിലും ലെഗിലുള്ള ടീമിനെ 2 കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. വളരെ സീരിയസ്. ഇപ്പൊ തന്നെ നമ്മുടെ ടീമിൽ നമ്മൾ ഈ കാത്തു വെച്ച് ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളുകളെ പിന്നെ പല പ്ലാനും പ്രൊജക്റ്റും മണിച്ചേലും ക്രിപ്റ്റും കറിഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പോവാണ് ഇപ്പൊ വലിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും. ആ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ കുറയുന്ന ഒരവസ്ഥ കൂടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരു സംസ്ഥാനം പോയി എന്ന് ചിന്തിക്കണം. ഒരു വില്ലേജ് അല്ല, ഒരു ഗ്രാമം, ഒരു പഞ്ചായത്ത് അല്ല പോകുന്നത്. ഒരു കേരളം മൊത്തമാണ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത്. കാരണം അതൊരു മനോജ് തൃപ്പൂണിത്തുറ ആവാം ഈ പോകുന്ന ഒരാള്. നമുക്ക് ആർക്കെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരാളെ MLM-ലേക്ക് വരുന്ന ഒരാളെ പ്രായത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ കളറിന്റെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിലോ ഒന്നും നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല. ആര് എവിടെ എപ്പോ വിജയിക്കും എന്നുള്ളത് അവന്റെ ഉള്ളിലുള്ള ഒരു അഭിനിവേശത്തിന്റെ പുറത്തായിരിക്കും. അപ്പൊ നല്ല അത്യാവശ്യമുള്ള ഉത്തരവാദിത്തമുള്ള നല്ല വ്യക്തിത്വങ്ങളെ നമ്മൾ പ്രോസ്പെക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ഒന്നാമത്തെ കാര്യം. അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ചർച്ചക്ക് പോയപ്പോഴെങ്കിലൊക്കെ. അപ്പോ എല്ലാ ദിവസവും ഒരു 3 പുതിയ ബിസിനസ് പ്ലാന് കൊടുത്ത പ്രോസ്പെക്ട് എന്ത് ചെയ്യാം, നമ്മൾ ഏഡ് ചെയ്യണം. ബിസിനസ് പ്ലാന് കൊടുത്ത പ്രോസ്പെക്ട് ഏഡ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണെങ്കിൽ ശരി, ഇനി ഏറ്റവും കൂടുതൽ മനോജ് സാറിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഒരു ദിവസം ഒരു ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ കൊടുത്തിരിക്കണം. ഒരു
ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ ഒരു ദിവസം നിർബന്ധമായും കൊടുത്തിരിക്കണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ? ഇനി ഡെയിലി ഒരു പ്രോഡക്റ്റ് പ്രസന്റേഷൻ, ഒരു ഡെമോയും ഒരു പ്രൊഡക്റ്റും ഡീറ്റെയിലും കൊടുത്തിരിക്കണം. ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഡെയിലി പ്രോസ്പെക്ടിങ് വിത്ത് മിനിമം 4 people. നമ്മൾ എഴുതി വെച്ച ലിസ്റ്റിലുള്ള 4 പേരുമായിട്ട് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരോട് എന്ത് ചെയ്യണം? അവരെ ജോയിൻ ചെയ്യിപ്പിക്കണം, വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. ഇപ്പൊ തന്നെ പറയാണ്, ഒരു 4 പേരെ കണ്ട 4 പേരും ചാടിക്കേറി ജോയിൻ ചെയ്യില്ല. കാരണം MLM-ന്റെ ചരിത്രത്തിൽ ഒരു സ്ഥലത്തും നമ്മൾ പോയി സംസാരിക്കുന്ന ഒരു വ്യക്തികളും ആ യൂനസ് ഭായി അല്ലെങ്കിൽ മിനി മേഡം നിങ്ങളെയും കാത്ത് ഞാൻ 5 കൊല്ലമായി 6 കൊല്ലമായി കാത്തിരിക്കുന്നു, നിങ്ങൾ എവിടെയായിരുന്നു, ഞാൻ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. അങ്ങനെ ഒരു ചരിത്രത്തിൽ MLM ചരിത്രത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെ ആവശ്യമാണ്? എന്റെ ആവശ്യമാണ് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞ് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്, ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത്. അല്ല നമ്മളെ തേടി ആരും വരുമൊന്നുമില്ല. ഡെയിലി 4 പേരെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ പോയി കണ്ട് സംസാരിച്ച് ബിസിനസ് പ്രൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. നിങ്ങളുടെ ടീമിൽ 2 പേരെ ഉള്ളുവെങ്കിൽ നിങ്ങളുടെ ജീനിയസിലും ബിസിനസിലും നിങ്ങളുടെ ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത 2 പേര് ചിലപ്പം ഭാര്യയും മോനും ആയിരിക്കാം, അല്ലെങ്കിൽ അത്ര പോലും പറയാണ്. ആരാണ്? ഇപ്പൊ എന്റെ ഐഡിയ അടിച്ചു, എന്റെ ലെഫ്റ്റിലെ വൈഫ്, റൈറ്റിൽ അമ്മ. അങ്ങനെയാണെങ്കിൽ ഈ ഞങ്ങൾ 3 പേരും അറ്റ്ലീസ്റ്റ് മീറ്റിംഗ് കൂടണമെന്നാണ്. അപ്പൊ നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ടോ ആ 3 പേര് ഒരു എന്ത് ചെയ്യാ, 3, 4, 10, 100 ഡെയിലി 1 ടീം മീറ്റിംഗ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മനോജ് സാറിന്റെ ഒരു ടീം മീറ്റിംഗ് ആണ് സത്യത്തിൽ. ശരിയല്ലേ? ഇതില് എന്റെ ടീമിൽ എത്ര ആളുണ്ട് എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. മിനി മേഡത്തിന്റെ ടീമിൽ എത്ര ആളുണ്ടെന്ന് മിനി മേഡം നോക്കിയിട്ടുണ്ടാവില്ല. പുഷ്കർ സാറിന്റെ ടീമിൽ എത്ര പേരുണ്ട് പുഷ്കർ സാർ നോക്കിയിട്ടുണ്ടാവില്ല. ആരും നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ മനോജ് സാറ് ഇങ്ങനെ താഴോട്ട് ലിസ്റ്റൊക്കെ നോക്കി 5:57 എന്നെ വിളിച്ചിട്ട് എന്നോട് എന്താ കേറിയില്ലല്ലോ, കാണുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നോക്കി നടന്നുണ്ടാവും. നമുക്ക് ജാഗ്രത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോ ഒരു പ്രൊഡക്റ്റ് സെയിൽ നിർബന്ധമായിട്ട് നടത്താൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് എങ്കിലും വിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഒരു പ്രൊഡക്റ്റ് അത് നമുക്ക് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ടീമിൽ വിറ്റാൽ മതി. നിശ്ചിത പോരെ. ഒരാഴ്ചയിൽ ഒരു പേഴ്സണൽ സ്പോൺസറിംഗ് എങ്കിലും ഡയറക്റ്റ് റെഫറൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണം. എന്നല്ല, നടത്തണം. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് വീക്കിലി മിനിമം 2 പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് പുതിയത്. അത് രോഗികളാവാം. നമ്മളിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മിനിമം 2 ആൾക്ക് എന്ത് ചെയ്യുക? ആഴ്ചയിൽ പൊട്ടി കൊടുത്ത് പോവാന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ ചോദിക്കുന്നത് ലീഡേഴ്സിനോടല്ല. എക്സ്ട്രീംലി സോറി. ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ ഐഡിയ അടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് മുന്നോട്ട് വന്ന നിങ്ങളോടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളതാണ്. തയ്യാറാവുന്ന ആളുകൾ ഒരു എസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് വീണ്ടും കുറച്ചു നേരം കിടന്നുറങ്ങാം. ഓക്കെ, താങ്ക് യു. കുറച്ചാൾ എന്റെ കൂടെ ഉണ്ട്. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇനി മുതല് നമ്മുടെ വിഷൻ ബോർഡും നമ്മുടെ എന്താ പറയാ ഗോളൊക്കെ ഈ ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ചാർട്ടിലുള്ള പല ഫിഗേഴ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് പല നാടുകളിൽ പല സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? ടീം ഉണ്ടാവുന്നതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രാഫാണ് എൻ ഗ്രാഫ്.
നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യാൻ പോവാണ്, ഇറങ്ങാൻ പോവാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ കൊല്ലം ചിലപ്പോൾ എഫേർട്ട് കൂടുതലായിരിക്കും, വരുമാനം കുറവായിരിക്കും. നമുക്കൊരു ടീം സെറ്റപ്പ്. ഈ വരുമാനം എന്ന് പറയുന്നത് മാസം ഒരു 50,000 1 ലക്ഷം കിട്ടുന്ന വരുമാനം അല്ല കേട്ടോ. ഈ ചാർട്ട് കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നതാണ്. ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടു, എനിക്ക് മാസം ഒരു 10,000 30,000 കിട്ടും എന്നുള്ളതല്ല. ഈ ചാർട്ടിൽ ഈ ബയോടൂറിന്റെ ബിസിനസ് പ്ലാനിലുള്ള വരുമാനം നന്നായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാസം 1 ലക്ഷം രൂപ എന്നുള്ള ഒരു വരുമാനം കണക്കാക്കിയോ. നമ്മളെ പ്ലാനിൽ 1,04,000 രൂപയാണ് ഒരു ദിവസം സീലിംഗ്. 10 ദിവസം പണിയെടുത്തിട്ട് ഒരു ദിവസം സീലിംഗ് അടിച്ചാൽ പോലും 1 ലക്ഷം രൂപയായി അല്ലേ. ഇനി 10 ദിവസം പവർ സൈഡിലും 10 ദിവസം മണി സൈഡിലും സെയിൽ എടുക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? സീലിംഗ് അടിക്കണ്ട, 10 ദിവസം കൊണ്ട് 1300 PV മാച്ച് ചെയ്താൽ പോലും എത്ര രൂപ കിട്ടും എന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് വാരിക്കോരി തരാൻ വേണ്ടിയിട്ട് കമ്പനി MD നിൽക്കും അല്ല. നമുക്ക് പുതിയ ആളുകളടുത്താണ് ആദ്യത്തെ 2-3 വർഷം സ്റ്റിക്ക് ഓൺ ചെയ്ത് വളരെ സീരിയസ് ആയി സ്ഥിരതയോടുകൂടി ഒരു പോക്കറ്റിൽ ക്രിപ്റ്റോ കറൻസി, മറ്റേ പോക്കറ്റിൽ മറ്റേ നാവിനടിയിൽ വെക്കുന്നത്, മറ്റൊന്നിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്, മറ്റൊന്നിൽ ഗോൾഡ് എന്ന് പറഞ്ഞ് നടക്കുവാണെങ്കിൽ ഇത് എവിടെ എത്തൂല. അതേസമയത്ത് ബയോടൂർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബയോടൂറത്തിന്റെ കല്യാണം കഴിച്ചതുപോലെ ബയോടൂർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ പറ്റുന്നതാണ്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. 2-3 പ്ലാനും കൊണ്ട് നടക്കുന്ന കുറെ ലീഡർമാരുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ലീഡേഴ്സ് പോലും നമ്മൾ വേറെ പല സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടത്തേക്ക് ഒരു ആയുർവേദ സപ്ലിമെന്റ് കൊണ്ടുപോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വേറൊരു ലിക്വിഡ് കൊണ്ടുപോയിട്ടുണ്ടാവും, അതും അല്ലെങ്കിൽ എന്താ പറയാ ഏതോ ഒരു ഗോൾഡ്, കാപ്ര ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സ്കീമുകൾ കൊണ്ട് പോയിട്ടുണ്ടാവും. ഇതൊക്കെ പോയി പറയുന്നത് ഒരു ഉടുപ്പില്ലാണ്ട് ഒരേ കസ്റ്റമറെടുത്ത്, ഒരേ വ്യക്തികളെടുത്ത്. അപ്പൊ അവര് നമ്മളോട് ചോദിക്കും, വൈ ഷുഡ് ഐ ജോയിൻ വിത്ത് യു? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു നെറ്റ്വർക്ക് ലീഡർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാല് നമ്മുടെ പ്രോസ്പെക്ട് ലിസ്റ്റിലുള്ള ആള് നമ്മുടെ കസ്റ്റമർ ആകാൻ പോകുന്ന അല്ലെ ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ പോകുന്നതിന് മുന്നേ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, വൈ ഷുഡ് ഐ ജോയിൻ വിത്ത്? ഞാൻ എന്തിന് നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യണം? ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അത് നിങ്ങൾക്ക് ആദ്യം ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഏറ്റെടുത്ത ബിസിനസ് ആത്മാർത്ഥമായി പറയണമെങ്കിൽ നമ്മൾക്ക് ഒരു ബിസിനസ് ആയിരിക്കണം. ഇതിൽ ആരെങ്കിലും സംസാരിച്ച് വഞ്ചിക്കപ്പെട്ട് 2-3 പ്രോജക്റ്റും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. ഒന്നുകിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അത് ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, ഇത് ഏറ്റെടുക്കുക. എന്തുകൊണ്ടാണോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഹൃദയം കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അത് ഇന്നത്തെ ന്യൂറോ സയൻസ് പ്രകാരം ഹാർട്ട് ബ്രെയിൻ എന്ത് ചെയ്യും? ഒരു ആക്സിസ് എന്ത് ചെയ്യും? അവിടെ കട്ടാകുന്ന സമയത്ത് നമ്മൾ എന്താവും? രോഗിയായിട്ട് മാറുന്നുണ്ടാണ് ഏറ്റവും ബേസ്. ഭയങ്കരമായിട്ട് മാനസികമായി സ്ട്രെസ് എടുക്കും. ഭയങ്കരമായിട്ട് നമുക്കൊരു ആത്മാർത്ഥം ഉണ്ടാവില്ല, ഒരു പാപബോധം ഉള്ളിലുണ്ടാവും എപ്പോഴും. അതുകൊണ്ട് ഞാനിത് പറയുന്നത് സീരിയസ് ആയിട്ടാണ്. ഞാൻ ഇതിൽ എന്റെ ടീമിലുള്ള ആൾക്കാരുണ്ട്, മറ്റുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥായിയായ രക്ഷപ്പെടാൻ നമുക്ക് ഉണ്ടാവില്ല ഒരിക്കലും. നമ്മൾ എന്ന് ചിന്തിക്കുന്നു അന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ബയോടൂറിൻ ചെയ്യുന്നത് നമ്മൾ തന്നെ, നെഞ്ചോട് ചേർത്ത് ബയോടൂറിൻ ചെയ്യുന്ന പറയുന്ന സമയത്ത് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ എന്തെങ്കിലും വേറൊരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി മനസ്സുകൊണ്ട് ഒരു ശ്രമം നടത്തുന്ന സമയത്ത് പോലും നമ്മൾ ഇപ്പൊ ടീമിലുള്ള ഒരാളെടുത്ത് പോലും ആത്മാർത്ഥമായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റൂല. നമുക്കൊരു എന്താ പറയാ ബോഡി ലാംഗ്വേജ് മാറും ടോട്ടലി. ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളെ ഇവനെന്തോ ഒരു കള്ളത്തരമുണ്ട് എന്നുള്ളത് അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ചെയ്യുന്ന ആള് വിചാരിക്കും ഞാൻ വളരെ സ്മാർട്ടാണ്, ഇതാർക്കും മനസ്സിലാകുന്നില്ല. KBCന്റെ BOP നടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പല ലീഡർമാരും വരുന്നത് അവരുടെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ആളുകളെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എനിക്ക് പറയുന്നത് ഈ കോറിലുള്ള ആളുകൾ എല്ലാവരും തിരിച്ചറിയാൻ നല്ലതായിരിക്കും. അപ്പോ കള്ളനാണയങ്ങള് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നമ്മളൊന്നും അതിലാവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക. അങ്ങനെ നമ്മൾ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് പല ജില്ലകളിൽ ടീം വന്നിട്ടുണ്ടാവും. നമ്മൾ ഉണ്ടെങ്കിൽ പല ജില്ലകളിൽ ടീം വന്നിട്ടുണ്ടാവും. ഇപ്പൊ എറണാകുളത്തുള്ള യൂനിസ് സാറിനും അഭിലാഷ് സാറിനും കണ്ണൂർ ടീമുണ്ട്. പത്തനംതിട്ട നിൽക്കുന്ന വിനി മേഡത്തിന് കണ്ണൂരും വയനാട്ടിലും കോഴിക്കോടും ഒക്കെ ആളുകൾ ജോയിൻ ചെയ്തു. എന്തുകൊണ്ടാ? ആളുകൾ വാച്ചിയാണ്, ഇവര് എവിടം വരെ ഉണ്ട്, എത്ര കാലമായി നിൽക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ 3ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും ഈ കണ്ണൂരിലെ ടീമിൽ നിന്നും എന്ത് ചെയ്യും? മറ്റുള്ള ജില്ലകളിലേക്ക് നമുക്ക് ടീം ഡെവലപ്പ് ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? വരുമാനം
അതിനെക്കാട്ട് കൂടും. പിന്നീട് എന്ത് ചെയ്യും? 4ാമത്തെ വർഷം ആകുമ്പോഴേക്കും നിങ്ങളുടെ ടീമിലുള്ള ലീഡേഴ്സ് ഒക്കെ ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ടുണ്ടാവും. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത എഫേർട്ട് എന്ത് ചെയ്യും? അത്രത്തോളം എഫേർട്ട് അല്ല, അതിന്റെ ഒരു 10% പോലെ എഫേർട്ട് ആവശ്യം ഉണ്ടാവില്ല. കാരണം നമുക്ക് വേണ്ടി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന, നമുക്ക് വേണ്ടി ട്രെയിനിങ്ങുകൾ എടുക്കുന്ന, നമുക്ക് വേണ്ടി പല സംസ്ഥാനങ്ങളിലും ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ടീമിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്തുണ്ടാവുന്ന വെച്ചാൽ ഒരുപാട് നല്ല ഗ്രേറ്റ് ലീഡേഴ്സ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. ഈ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മളായിട്ട് അബദ്ധം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ നമുക്ക് സമയമുള്ളപ്പോൾ വന്ന് ബിസിനസ് ചെയ്യരുത്. കൺസിസ്റ്റൻസി ഇതിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്ട്രഗിളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ആ സ്ട്രഗിൾ വരുന്ന സമയത്ത് ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. അത് മാറി നിൽക്കുന്നു എന്നുള്ള ഫീൽ അവർ കൊടുക്കരുത്. പലർക്കും പറ്റുന്ന കുറെ അബദ്ധങ്ങളാണ്. എന്തോ പ്രശ്നം വന്നപ്പോ ഞാനൊരു 2-3 മാസം മാറി നിന്നു, തിരിച്ചു വന്നേക്കും ആരും എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നില്ല, അവർ അയാളെ കൂടെ പോയി ഇയാളെ കൂടെ പോയി എന്നൊക്കെ പറയുന്നുണ്ടാവും. ഉത്തരവാദി എന്റെ ടീമിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ട്, അതിന്റെ ഉത്തരവാദി 100% ഞാനാണ്. എന്റെ പിടിപ്പ് കൊണ്ടാണ് എന്റെ കൂടെയുള്ള ഒരാൾ പോകുന്നത്. കാരണം എനിക്ക് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ഡ്രിവൺ ബിസിനസ് ആണ്. നമ്മൾ ഒരാളോട് ഒരു എന്താ പറയാ മുഖം കറുപ്പിച്ച് സംസാരിച്ചാൽ പോലും അവർ വേറെ പോകും. 100% ഉറപ്പാണ്. അപ്പോ അത് നമ്മുടെ ടീമിൽ വരാതിരിക്കട്ടെ. ഇനി സ്ട്രാറ്റജി, ഒരു ടീം ബിൽഡ് ചെയ്യുന്നതിന്റെ മുന്നേയുള്ള സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മള് ആസ് എ ലീഡർ നമ്മളോട് സംസാരിക്കേണ്ടതാണ്. യുവർ കോൺസിസ്റ്റന്റ് അച്ചീവ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ് നിങ്ങളുടെ ടീമിൽ കോൺഫിഡൻസും വിശ്വാസം കൊടുക്കുക. നമുക്ക് വരുമാനമില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ജോയിൻ ചെയ്ത ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി സെയിൽ എടുത്തിട്ട് ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 30,000-50,000 രൂപ കാണിക്കണം മിനിമം. സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകളുടെ അടുത്താണ്, ബാക്കിയുള്ള ലീഡേഴ്സിനോടല്ല. ആ 30,000-50,000 കാണിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്ന സമയത്ത് അവനെ ചേർത്ത് പിടിച്ച് അവന്റെ കൂടെ എന്ത് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ലീഡറുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പൊ വരുമാനം കാണിക്കുമ്പോ അയാളുടെ കൂടെ ഒരു ടീം വരും, ഇല്ലെങ്കിൽ അയാളുടെ കൂടെ ടീം ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ ഒരു സിമ്പിൾ. അപ്പൊ നമ്മളെ കൂടെ വന്ന ആൾക്ക് വരുമാനം കിട്ടുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് വരുമാനം ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വരുമാനം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. നമുക്ക് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ബാങ്കിൽ ഇവൈറ്റർ എന്നുള്ള പേര് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നത് അല്ലെ. ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും, ഇത് ഇന്നലെയാണ് കിട്ടിയത്, ഇത് 2 ദിവസം മുന്നേ കിട്ടിയത്, ഇത് 3 ദിവസം മുന്നേ കിട്ടി എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റണം. അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇതിലുള്ള എല്ലാവരും എത്തട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു. ഇഫ് മൈ അപ്ലൈൻ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ഇതാണ് ഒരു സൈക്കോളജി. എന്റെ അപ്ലൈനെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഈ ഇരിക്കുന്ന 100 ചില്ലാൻ ആളുകള്, 203 ആളുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട് അല്ലെ വിനിമേടം? രാവിലത്തെ പ്രോഗ്രാമില് ഈ 200 ആളും മനസ്സ് വെച്ചാൽ നാളെ 400 ആക്കാൻ പറ്റും. അപ്പൊ ആ ആള് നമ്മുടെ ആളായിരിക്കുമല്ലോ. ഓരോരുത്തരും ചിന്തിക്കുക, ഇത് എന്റെ ആളാണ്, ഇത് എന്റെ ആളാണെന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ അപ്ലൈൻ എന്ന് പറയുന്ന മനോജ് സാറിന് 10 മാസം കൊണ്ട് 1 കോടിയും 4 വർഷം കൊണ്ട് 4 കോടിക്കടുത്തും വരുമാനം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇട്ട എഫേർട്ടിന്റെ തുല്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എഫേർട്ട് ഇട്ടാൽ അതിനേക്കാൾ വരുമാനം നേടാൻ പറ്റും. ഇതാണ് നമ്മൾ ഓരോരുത്തരുടെ ചിന്ത. ശരിയല്ലേ? ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് മുന്നിൽ ആള് നയിക്കാനുള്ളത് കൊണ്ട് നമ്മുടെ ടീമിലുള്ള ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുന്നു. നമ്മുടെ ലീഡറെ ഫോളോ ചെയ്യുന്നു, നമ്മുടെ അസോസിയേറ്റ്സ് ഫോളോ ചെയ്യും. നമ്മുടെ ലീഡറെ കുറ്റം പറഞ്ഞ് നമ്മൾ അൺഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അസോസിയേറ്റ് നമ്മളെ കുറ്റം പറഞ്ഞ് അൺഫോളോ ചെയ്യും. അതൊരു സൈക്കോളജിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ എന്റെ അപ്ലൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്ന അർത്ഥം, ഞാൻ പേഴ്സണലി ഞാൻ ചെയ്ത് കാണിക്കുന്ന സമയത്താണ് എന്റെ ടീമിൽ കോൺഫിഡൻസ് വരുന്നത്. എന്റെ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേര് വെച്ചാൽ മതി. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, യു ബി ദ റൈറ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ എ ഗുഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ. ഒരു നല്ലൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ, ഡ്യൂപ്ലിക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്. ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. നമുക്ക് ആളുകളൊക്കെ കിട്ടുന്നുണ്ട്, പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുന്നുണ്ട്, സെയിൽ കിട്ടുന്നുണ്ട്, പക്ഷെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവരെ BOP സെന്ററിലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എത്തിക്കാൻ പറ്റണം. നമ്മൾ പ്രോസ്പെക്ട് ചെയ്ത
കസ്റ്റമറിനെ ആണെങ്കിലും നമ്മൾ പ്രോസ്പെക്ട് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടർ ആവുമെന്ന ആളെ ആണെങ്കിലും നമ്മൾ മിനിമം ഒരു 5 or 6 BOPകളിൽ അവരെ എത്തിക്കണം. അവരെ NDOPകളിലേക്ക് അവരെ കൊണ്ടുവരണം. അവരെ RTPകളിലേക്ക് കൊണ്ടുവരണം. അവരെ LTPയിലേക്ക് കൊണ്ടുവരണം. ഇത് ആരുടെ ഉത്തരവാദിത്തമാണെന്ന് വെച്ചാൽ ഇത് എന്റെ ഉത്തരവാദിത്തമാണ്. കാരണം എന്റെ ടീം എനിക്ക് വേണ്ടിയുള്ളതാണ്. നിർബന്ധിച്ച് കൊണ്ടുവരണം. നമ്മൾ ചിലപ്പോൾ ഒരു ടെമ്പോ ട്രാവലറിൽ വിളിച്ചിട്ട് ആദ്യ കാലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ POPയിലേക്ക് ആളെ കൊണ്ടുവരുന്നതായിരിക്കും. ഈ പറയുന്ന സമയത്ത് എല്ലാവരും ചിലപ്പോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇവര് വിളിച്ചിട്ട് വരുന്നില്ലല്ലോ, വിളിച്ചാ വരൂല, 100% ഉറപ്പാ വരൂല എന്നുള്ളത്. നമ്മൾ പോയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അവര് വരുന്നത്? നമ്മൾ ആടിനെ എന്താ പറയാ തോട് കടത്തുന്ന പോലെയല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വിളിച്ച് എന്താ ആളുകൾ കൊണ്ടുവന്നല്ലേ? നമ്മൾ അതേപോലെ ഒരു ഉളുപ്പുമില്ലാണ്ട്, ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ കണ്ടാമൃഗത്തിന് തൊലിക്കട്ടിയോടുകൂടി ഒരു ഉളുപ്പുമില്ലാണ്ട് എന്ത് ചെയ്യണം? അവരെ സ്നേഹത്തോടെ വിളിച്ച് പ്രോഗ്രാം ഹാളിൽ എത്തിക്കണം. പ്രോഗ്രാം ഹാളിൽ എത്തുമ്പോഴാണ് അവരുടെ മൈൻഡ് സെറ്റ് മാറുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു അർജൻസി ഉണ്ടായിരിക്കണം. എന്റെ അർജൻസിയാണ് 1 കൊല്ലം കൊണ്ട് 1 കോടി നേടുക എന്നുള്ളത്. ആ 1 കൊല്ലം കൊണ്ട് 1 കോടി നേടുക എന്ന് പറയുന്നത് എന്റെ അർജൻസിയാണ് എന്ന് എനിക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് വാങ്ങാത്തത്. മനോജ് സാർ ഒറ്റക്കെടുത്ത തീരുമാനമാണ് എനിക്ക് പൈസ ഉണ്ടാക്കണം. അദ്ദേഹം 1 കോടി ഒന്നും അന്ന് ചിന്തിച്ചിട്ടില്ല ഇറങ്ങിയത്. പക്ഷെ 10 മാസം ആകുമ്പോൾ കോടി ആയിപ്പോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അദ്ദേഹത്തിന് പക്ഷെ അർജൻസി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം തന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് വേണമായിരുന്നു, വീട് വേണമായിരുന്നു. ഇന്ന് നമ്മൾ സുഖത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കോംപ്ലിമെന്ററി പോലെയാണ് ബയോട്ടോൾ. അതിൽ നിന്ന് നമ്മളൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാല് എന്തുകൊണ്ടാ വെച്ചാൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈ സ്പീഡ് ഓഫ് എഞ്ചിൻ എന്നാണ്. നമ്മളാണ് നമ്മുടെ ടീമിന്റെ എഞ്ചിൻ. അപ്പൊ നമ്മളെക്കാട്ടും നമ്മൾ അപ്ലൈൻ ഉണ്ടാവും ചിലപ്പോൾ ടീമിൽ. ഇപ്പം ഉദാഹരണത്തിന് പുഷ്കർ സാറിന്റെ ബിസിനസ് ആണ് ഇത് എന്ന് പുഷ്കർ സാർ ഏറ്റെടുക്കാത്ത കാലത്തോളം പുഷ്കർ സാറിന് അപ്ലയൻസ് ഉണ്ടാവും. പക്ഷെ ആ അപ്ലയൻ ഇത്രത്തോളം എന്ത് തന്നെ സീരിയസ് ആവണമെന്നില്ല. ഇപ്പൊ ഇൻക്ലൂഡിങ് ഞാനാണെങ്കിലും ഞാൻ സീരിയസ് അല്ല. അപ്പൊ അവിടെ തോറ്റു പോകുന്ന ആരാണ്? പുഷ്കർ സാറാണ്. കാരണം പുഷ്കർ സാറ് വളരെ ആവേശത്തോട് വന്നതാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഇത് എന്റെ ബിസിനസ് ആണ് എന്ന് എപ്പോ തീരുമാനിക്കുന്നു അന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ് ആവാൻ പറ്റും. യുവർ ടീം വിൽ നോട്ട് ഡു വാട്ട് യു ടെൽ ദം ടു ഡു, ദേ വിൽ ഡു വാട്ട് യു ഡു എന്ന്. നിങ്ങളുടെ ടീമിലുള്ള ആളുകള് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് ടീം ചെയ്യുന്നതാണ്. അപ്പൊ വലിയ ഡയലോഗ് അടിച്ചിട്ട് ക്ലാസ് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പണിയെടുത്താൽ നമ്മളെ കൂടെ ടീമും പണിയെടുക്കും. നമ്മൾ പണിയെടുക്കാതെ വീട്ടിൽ ഇരുന്നിട്ട് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ലെഫ്റ്റിലും റൈറ്റിലും ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് വെറും മിഥ്യാധാരണയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമ്മളെപ്പോഴും ലൈവ് ആക്കണം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലീഡർ കഴിഞ്ഞ 16-17 കൊല്ലമായിട്ട് ഞാൻ കാണുന്ന ലീഡർ ഇന്നും ഫീൽഡിലാണ്. കോടിക്കണക്കിന് രൂപ നെറ്റ്വർക്കിലൂടെ സമ്പാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മനോജ് സാറിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഇവിടെ വടകര നടന്ന പ്രോഗ്രാമിൽ അദ്ദേഹം എറണാകുളത്ത് നിന്ന് വന്ന് ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ വരെ നമ്മൾ ക്ഷണിച്ച് നിർബന്ധിച്ച് അവിടെ എത്തിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. അദ്ദേഹത്തിന് എന്താ അതിന്റെ ആവശ്യമുള്ളത്? ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് എന്റെ ടീമാണ് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് മനസ്സിലുള്ളത് കൊണ്ടാണ്. നമുക്കതില്ലാതെ പോകുന്നു എന്നുള്ളതാണ് വല്ലാത്തൊരു സത്യം. എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും എന്റെ ടീം കോപ്പി ചെയ്യുന്നു. ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഏതോ ഒരു ലീഡർ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ പ്രൊഡക്റ്റില് പ്രീമിയത്തില് 90 മെഗാറ്റ്, മറ്റേ ഇതിനകത്ത് 100 രൂപ മെഗാറ്റ്, അങ്ങനെ എന്നൊക്കെ ചില ആളുകൾ എണ്ണം പറയും. ആ ഒരു ഒറ്റ വാക്ക് ബാക്കിയുള്ള ആൾക്കാർ കുറെ ആൾക്കാർ കോപ്പി ചെയ്യുന്നുണ്ടാവും. ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പോർഷന്റെ കാര്യത്തിലേക്കല്ല ഞാൻ പറഞ്ഞത്. എന്തും നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്ലാന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന പ്ലാന് ആ പറഞ്ഞ പോലെയാണ് മറ്റുള്ള ആൾ റിപ്പീറ്റ്. അത് തെറ്റാണെങ്കിൽ അത് എന്ത് ചെയ്യും? കോപ്പി ചെയ്യപ്പെടും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വിജിലന്റ് ആവുന്നതാണ്. സംസാരിക്കുന്ന വാക്കുകളും സംസാരിക്കുന്ന പ്രവൃത്തികളും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ടീമിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ അത് സംശയങ്ങളൊക്കെ തീർത്ത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നേരത്തെ പുഷ്കർ സാർ ഒരു ചോദ്യം വെച്ചിരുന്നു, പഴയ PBക്ക് എന്ത് കിട്ടുന്നല്ലോ. പഴയ PBക്ക് 40 കിട്ടും എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് കിട്ടില്ല എന്ന് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവരെ ചതിക്കുന്ന തുല്യമായിരിക്കും. ഈ പ്ലാനില് പഴയ PBക്ക് 8 രൂപ 80 പൈസ എന്നുള്ള അവയർനെസ് ഫണ്ട്സ് ആണ് കിട്ടുക. 1-ാം തീയതിക്ക് ശേഷമുള്ള
പവർ സൈഡിൽ വന്ന സെയില് PV ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ 40 രൂപ കിട്ടും. അത് മനോജ് സാർ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ക്ലാരിറ്റി ഇൻ സ്പീച്ച്, ക്ലാരിറ്റി ഇൻ ആക്ഷൻ എന്താ പറയാ, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ചോദിക്കാനുള്ള ആർജവം കൂടി കാണിക്കണം, ചോദിക്കാതിരിക്കരുത്. അപ്പൊ നമ്മൾ എന്താണോ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, അത് ടീം എന്ത് ചെയ്യും, കോപ്പി ചെയ്യും. അതായിരിക്കും നിങ്ങളുടെ ടീം. ഇനി അങ്ങോട്ട് ടീം ബിൽഡ് ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹോം മീറ്റിങ്ങുകൾ, മാക്സിമം ഹോം മീറ്റിംഗ്, 5 or 6 ആൾക്കാരുള്ള ഹോം മീറ്റിങ്ങുകൾ എന്ത് ചെയ്യുക, തുരുതുരാ നടക്കുക ടീമില്. മോർ മീറ്റിംഗ് മോർ ഇൻകം, നോ മീറ്റിംഗ് നോ ഇൻകം. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ സ്ലൈഡ് അല്ല. നമ്മുടെ ദീപക് ബജാജ് സാർ ഒരു ദിവസമല്ല പല ദിവസങ്ങളിലായിട്ട് ഈബായിട്ടോറത്തിന് വേണ്ടിയിട്ട് ട്രെയിനിങ് എടുത്തിരുന്നു. ആ ട്രെയിനിങ്ങിന്റെ സ്ലൈഡുകളാണ് ഈ കാണുന്ന 4-5 സ്ലൈഡുകൾ. അപ്പൊ അത്രയും എക്സ്പെർട്ടായ അദ്ദേഹം നമുക്ക് തന്നൊരു അഡ്വൈസ് ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മോർ മീറ്റിംഗ് മോർ ഇൻകം, നോ മീറ്റിംഗ് നോ ഇൻകം. ഇതാണ് ഈ ഡയറക്ട് സെല്ലിങ്ങിലുള്ള അല്ലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുള്ള ഒരു സ്ട്രാറ്റജി നടത്തുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഹോം മീറ്റിംഗ് നടത്തുക, വളരെ ഈസിയാണ്. 1 to 1 കൊടുക്കുക, ഹാൾ മീറ്റിംഗ് നടത്തുക, സൂം മീറ്റിംഗ് നടത്തുക. അങ്ങനെ ടീമിൽ മീറ്റിംഗുകൾ, മനോജ് സാറിനെ കാത്തുക്കൊന്നും വേണ്ട. ഒരു സൂമിന്റെ ലിങ്ക് 40 മിനിറ്റ് ഫ്രീ ആണ്. എല്ലാവർക്കും എന്ത് ചെയ്യാം, മീറ്റിംഗ് എടുക്കാം. ഇനി മീറ്റിംഗ് സൂമിൽ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനി മേഡത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞ, അല്ലെങ്കിൽ ഇവിടെ ശോഭാ മേഡത്തിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാത്രി നിങ്ങൾക്ക് സൂം ലിങ്ക് ഇട്ട് പഠിപ്പിച്ചു തരും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് പഠിച്ചെടുക്കുന്നുണ്ട്. വളരെ ഈസിയാണ്. നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് ഇല്ലാതെ ഒരു ടീമിനെ 4-5 ആൾക്കാരെ പല സ്ഥലങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ ജോയിൻ ചെയ്യിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അടുത്ത 4ാമത്തെ മൾട്ടിപ്ലിക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരുടെ കോൺഫിഡൻസും വിശ്വാസവും വർദ്ധിപ്പിക്കുക. 1ാമത്തെ കാര്യം. 2ാമത്തത് സെറ്റപ്പ് ദർ മൈൻഡ് സെറ്റ് ആൻഡ് റിമൂവ് ദർ ഡൗട്ട്സ് ഓർ ഹെസിറ്റേഷൻ. അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകളും സംശയങ്ങളെയും എന്ത് ചെയ്യണം, ദൂരീകരിക്കാൻ വേണ്ടി ഒരു ആസ് എ ലീഡർ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. വളരെ ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളെ പ്രൊഡക്റ്റും പ്ലാനും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. വേറെ ഏതൊരു നെറ്റ്വർക്ക് ലീഡർ വന്ന് വേറെ പ്ലാനും വേറെ പ്രൊജക്റ്റും പറഞ്ഞു കഴിഞ്ഞാലും ഏറ്റെടുക്കാൻ പോകാത്ത തരത്തിൽ അവരെ പഠിപ്പിച്ചിടണം. അത് അമൃത് വിൽക്കുന്ന കമ്പനി വന്ന് പ്ലാന് കൊടുത്താലും എന്ത് ചെയ്യാൻ പാടില്ല, ഈവായിട്ടിരുന്ന ഒരാളും പോകാൻ പാടില്ല. ആ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏതൊരു നെറ്റ്വർക്ക് കമ്പനി എടുത്തു കഴിഞ്ഞാലും ഇത്രയും വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനിയും ഇല്ല. ഇന്ന് ലോകത്തിൽ ദൈവം സഹായിച്ചിട്ട് നമ്മളെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും ഇന്ന് ഇറങ്ങിയിട്ടില്ല. ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ പോകുന്നത്? നമ്മുടെ ആസ് എ ലീഡർ എന്റെ കഴിവ് കൊണ്ടാണ് എന്റെ ടീം എന്നെ വിട്ടുപോകുന്നത്. അത് നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളതാണ് പ്രശ്നം. നമ്മളെ കമ്പനി പ്രശ്നമില്ല, ലീഡേഴ്സ് പ്രശ്നമില്ല, പിന്നെ പ്രൊഡക്റ്റ് പ്രശ്നമില്ല. പ്രശ്നം ആരാണ്? ഞാനാണ് പ്രശ്നം. ആ തിരിച്ചറിവുണ്ടാകുന്ന സമയം മുതൽ നമുക്ക് എന്തുണ്ടാവും, നമുക്കൊരു വേറും വാശിയൊക്കെ ഉണ്ടാവും. ജയിക്കാൻ വേണ്ടി വാശി ഉണ്ടാകുന്നതാണ് ഈ ഇരിക്കുന്ന ആളുകളിലൊക്കെ. പക്ഷെ പരാജയപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഭയമാണ്. ആ ഭയം ദൂരീകരിക്കുക എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യുക, അറിവ് നേടുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടാൻ വേണ്ടി നിങ്ങൾ ഇന്ന് പുതിയ വന്ന ആളുകൾ എന്ത് ചെയ്യാവുന്ന തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതിന്റെ പ്ലാനും പ്രൊഡക്റ്റും പ്രൊഫൈലും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഇൻഡസ്ട്രി എന്താണ്, ഇതിന്റെ ലീഗാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഇൻഡസ്ട്രി ഇന്ന് സിവിൽ സപ്ലൈസിൽ മെർജ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. കേരളത്തിൽ 5 യൂണിയൻ ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും നമുക്ക് പലരും നമ്മളെ കൂടെ ജോയിൻ ചെയ്യാതെ എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെ കയ്യിൽ ഒരു യൂണിയൻ കാർഡ് പോലും ഉണ്ടാവില്ല. നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ കാണിക്കാൻ വെറുതെ സംസാരിക്കും. നമുക്ക് പ്രൂഫ് കാണിക്കാൻ പറ്റണം. അപ്പൊ ഏതെങ്കിലും ഒരു യൂണിയൻ മെമ്പർഷിപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് പാർട്ടിയോ എന്നും നോക്കണ്ട. എവിടെയാണോ സ്വാധീനമുള്ള മേഖലകളിൽ ഏത് പാർട്ടിയാണോ ഉള്ളത് ആ പാർട്ടിയുടെ യൂണിയൻ മെമ്പർഷിപ്പ് എടുക്കുക. 150-200 രൂപ കൊടുത്ത യൂണിയൻ മെമ്പർഷിപ്പ് കിട്ടും. ഏറ്റവും ലേറ്റസ്റ്റ് ടൂൾസും ടെക്നിക്കും നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രോഷറുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുക കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ. അതേപോലെ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം വെച്ചാൽ മൊബൈൽ ഫോണിൽ വീഡിയോസ് ഉണ്ടായിരിക്കണം, റിസൾട്ട് വീഡിയോസ് ഉണ്ടായിരിക്കണം, റിസൾട്ട് പിക്ചേഴ്സ് ഉണ്ടായിരിക്കണം. എന്താ പറയാ, VVIPകൾ ഉപയോഗിക്കുന്ന, നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ഫോട്ടോസുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഒരു ഫോൾഡർ ആയിട്ട് വളരെ വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു PDF ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ PDF എപ്പോഴും ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഫേസ്ബുക്ക്, അതേപോലെ ട്വിറ്റർ, അതേപോലെ ഇൻസ്റ്റാഗ്രാം, മറ്റുള്ള ഏത് വാട്സപ്പ്, ഏത് ആപ്ലിക്കേഷനിലും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കുക, നിങ്ങളെ അച്ചീവ്മെന്റ് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കുക.
നിങ്ങൾ ടീമിലുള്ള അച്ചീവ്മെന്റ് സ്റ്റാറ്റസ് വെക്കുക. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? നിങ്ങൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മളെ കൂടെ വരുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവന്റ്, വലിയ ഇവന്റുകൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മള് ഈ ചെറിയ ചെറിയ ഈ 10-20 ആൾക്കാരുള്ള ഒരു ലോക്കൽ BOP-കള്, വെൽനസ് ക്യാമ്പുകൾ നടത്തി അതിൽ വന്ന ബിസിനസ് ചെയ്യാൻ തയ്യാറായ ആളുകളെ നിർബന്ധമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മീറ്റിംഗിലേക്ക് എത്തിക്കണം. എന്തുകൊണ്ടാ വെച്ചാൽ ഷിഫ്റ്റ് ടു എ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് ക്യാൻ ഹാപ്പൻ ഓൺലി ഇൻ റൈറ്റ് ഇവന്റ്. ശരിയായ പ്രോഗ്രാമുകളിലാണ്. അവിടെ നമ്മൾ നടന്ന ചെറിയ പ്രോഗ്രാമുകളിൽ അച്ചീവേഴ്സ് ഉണ്ടാവില്ല, നമ്മൾ തന്നെ ആയിരിക്കും എല്ലാം, അല്ലെ? വലിയ വലിയ അച്ചീവേഴ്സ്, റിസൾട്ട് കിട്ടിയ ആളുകള്, അവരെയൊക്കെ കാണാൻ പീപ്പിൾ ടേക്ക് ബിഗ് ഡിസിഷൻസ് ഇൻ ബിഗ് ട്രാൻസ്ഫോർമേറ്റീവ് ഇവന്റ്സ്. ഒരു വലിയൊരു മീറ്റിങ്ങുകൾ വെച്ചിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ എടുത്ത ആളുകളാണ് നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ. നമ്മളെ കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? നമ്മൾ അതേപോലെ ഒരു തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി നിർബന്ധമായിട്ടും BOP-കളിൽ എവിടെ BOP ഉണ്ടോ അവിടെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് എവിടെയാണോ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ BOP-കളിലേക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ആളുകളെ എത്തിക്കാൻ നോക്കുക. ബിക്കം എ മാസ്റ്റർ ഓഫ് ഗെറ്റിംഗ് പീപ്പിൾ ടു ഇവന്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആളുകളെ പരിപാടികൾ പങ്കെടുപ്പിക്കുന്ന ഒരു സ്കില്ലില് നിങ്ങൾ മാസ്റ്റർ ആവുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ട് അവരെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. ചിലപ്പോ നമ്മൾ ഒരു ചായ കുടിച്ചിട്ട് വരാം, ഒന്ന് വാന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടി BOP കയറ്റാറില്ലേ? വെൽനസ് പ്രോഗ്രാമുകൾ നടക്കുന്ന സമയത്ത് സാറ് ഒരു അടിപൊളി ഒരു പ്രോഗ്രാം ഉണ്ട്, ഒന്ന് വന്ന് കയറി നോക്കുക, 1 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴെ നിന്ന് ഓട്ടോക്കാരെയും അതേപോലെ തന്നെ ഷോപ്പിലുള്ള ആളുകളെയും കയറ്റാറില്ലേ? അതുപോലെ എന്ത് ചെയ്യാ? നമ്മള് ആളുകളെ പ്രോഗ്രാമിലേക്ക് കയറ്റാൻ വേണ്ടി ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് എന്താണ്? നമ്മള് സംസാരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആരെയും എന്ത് ചെയ്യുന്നില്ല, ഒരു റോങ് ആയ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന സ്ഥലത്തേക്കല്ല കൊണ്ടുപോകുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോലും 100-കണക്കിന് 1000-കണക്കിന് ആളുകളെ ഇന്ന് ഓരോരുത്തർ എത്തിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ വളരെ സത്യസന്ധമായ, വളരെ സുതാര്യമായ ഒരു ബിസിനസ് അവസരത്തിലേക്കാണ് നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ഒരു ആത്മനിർവൃതി നമുക്ക് ഉണ്ടായാൽ മതി. നമുക്ക് ആരെയും ക്ഷണിച്ച് പ്രോഗ്രാം കയറ്റാൻ പറ്റും. ക്ലിയർ? അപ്പോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വേക്കപ്പ് ഏർലി. നിങ്ങൾ നല്ലൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നെറ്റ്വർക്കിലൂടെ ബിസിനസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് രാവിലെ എണീക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് സമയം കിട്ടും. ഒരു 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 6 മണിന്റെ സൂം വരെയുള്ള ഈ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ട് ചെയ്യാനും ഇന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ആരൊക്കെ കാണണമെന്ന് പ്ലാൻ ചെയ്യാനും എന്തൊക്കെ ഞാൻ സംസാരിക്കണം, ആരോടൊക്കെ സംസാരിക്കണം, ഇന്നലെ എന്തായിരുന്നു എന്റെ അവസ്ഥ എന്ന് അക്കൗണ്ടബിലിറ്റിയോട് കൂടിയിട്ട് തയ്യാറാക്കാനൊക്കെ എന്ത് ചെയ്യും? രാവിലെ എണീക്കുന്ന സമയത്ത് 2-3 മണിക്കൂർ നമുക്ക് അധികം കിട്ടും. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇന്ന് എന്തൊക്കെ ഞാൻ ചെയ്യണം എന്നുള്ള ടാസ്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. എല്ലാ ദിവസവും എന്ത് ചെയ്യാ? ടാസ്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഇന്ന്, നാളെ, മറ്റന്നാൾ ചെയ്യുന്നത് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഒരു വ്യക്തമായ ഒരു ഡയറി ഒക്കെ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഒരു ദിവസം മുന്നേ എന്ത് ചെയ്യാ? പ്ലാൻ ചെയ്യാം. ഞാൻ ഇന്ന് എവിടെയാ പോകേണ്ടത് എന്നുള്ളത് ഞാൻ ഇന്നലെയോ മെഞ്ഞാന്നോ പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് ഇന്ന് തീരുമാനിച്ചിട്ടല്ല പോകേണ്ടത്. ഇപ്പൊ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോസ്പെക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരു ബൗണ്ടറി നിശ്ചയിക്കുക കറക്റ്റായിട്ട്. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് ഒരു ബൗണ്ടറി, ലക്ഷ്യങ്ങൾക്ക് എന്ന് പറയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഒരു അരികും കോണും ഒക്കെ നോക്കി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പറയുന്നില്ല, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ള ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. പല കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ കാലത്ത് ടീം ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, ഇറങ്ങാൻ നോക്കുന്ന സമയത്താണ് വേറെ എന്തെങ്കിലും ഒരു ഏടാകൂടം കൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടാവുക. നമുക്ക് ഏറ്റവും നമ്മളെ സ്വാധീനിക്കുന്ന, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കും ഒരു പക്ഷെ സ്നേഹപൂർവ്വം അവിടെ ഒരു നോ പറഞ്ഞ് ബിസിനസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. നമ്മൾ തോറ്റു പോകുന്ന ഒരു കാര്യമാണ് നോ പറയേണ്ട സ്ഥലത്ത് പറയാൻ നമുക്ക് പറ്റാത്തത്. നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമല്ല, ഏത് ബിസിനസ്സിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് കരിയർ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണെങ്കിലും അവിടെ നോ പറയാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങൾക്കും നമ്മൾ പല സ്ഥലത്തും വെറുതെ യെസ് പറഞ്ഞിട്ടാണ് വെറുതെ ജീവിതം ഇത്രയും കാലം തള്ളി നീക്കിയത്. ഞാൻ നിങ്ങൾ അടങ്ങുന്ന, നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഇതിലുള്ള പലരും ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു പോവാ. അപ്പൊ ഒരു നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്.
നമ്മുടെ ടീമില് നമ്മുടെ വർക്ക് എന്ത് ചെയ്യാൻ പറ്റണം വെച്ചാല് ഡെലിഗേറ്റ് എഫക്റ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റണം. ഞാൻ തന്നെ പോണം, ഞാൻ തന്നെ ബിസിനസ് ചെയ്യണം, ഞാൻ തന്നെ പ്ലാൻ കൊടുക്കണം, ഞാൻ തന്നെ വൺ ടു വൺ കൊടുക്കണം, ഞാൻ തന്നെ അതില്ല. അവരെ പഠിപ്പിച്ചെടുത്ത് അവരെന്ത് ചെയ്യണം, നമ്മൾ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണം. ഇത് ചെയ്യാത്തത് ഭയങ്കരമായിട്ട് നമ്മൾ പരാജയപ്പെടാൻ കാരണമാണ്. സെറ്റ് ഹൈ ബട്ട് റിയലിസ്റ്റിക് ഗോൾ. ടീമിന് നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മൾ സ്വയം നല്ല ഗോൾ സെറ്റ് ചെയ്യുക. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ബി കോൺസിസ്റ്റന്റ് ഇൻ യുവർ എഫേർട്ട്. നമ്മൾ ചെയ്യുന്ന എഫേർട്ട് നമ്മൾ എപ്പോഴും സ്ഥിരതയോടുകൂടി ഉണ്ടാവുന്നതാണ്, ലൈവ് ആവുമെന്നുള്ളതാണ് ബേസിക് ആയിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ മാസം ബയോട്ടോറിയം, ഈ മാസം മൈ ലൈഫ്, അടുത്ത മാസം ആംബെ, അതും കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഈ തരത്തിലുള്ള ഒരു പോക്ക് ആരും ചെയ്യരുത്, ദയവ് ചെയ്ത്. ഈ ഇതിലുള്ള പുതിയ ന്യൂ ജോയിനിങ് ചെയ്ത ആളുകൾ എടുത്താണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈൻ ലീഡറായിട്ട് ഇരിക്കുക, സംസാരിക്കുക. ഈവൺ ഇനി നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈൻ ലീഡർ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നില്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ലീഡർ ഉണ്ടാവും, ആക്റ്റീവ് അപ്ലൈൻ ലീഡർ എന്ന് പറഞ്ഞിട്ട്. ആ അപ്ലൈൻ ലീഡറായിട്ട് കണക്ഷൻ എടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇവിടെ 140 കോടി ജനങ്ങൾക്കും ഒറ്റ ബിസിനസ് പ്ലാനാണ്. 140 കോടി ജനങ്ങൾക്കും ഈ കാണുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ ഒരു അവസരം കിട്ടിയതാണ്, ഇത് ദൈവം തന്നതാണ് എന്ന് മനസ്സുറച്ച് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകാൻ. നമ്മുടെ ടീമും അവിടെ ഉണ്ടാകുന്ന അച്ചീവ്മെന്റും അവിടെ ഉണ്ടാകുന്ന സെയിൽസും അവിടെ ഉണ്ടായിരുന്ന പ്രോഗ്രസ് ഒക്കെ അക്കൗണ്ടബിൾ ആയിരിക്കണം. നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പൊ വയനാട് നിന്ന ടീമിൽ നിന്ന് സെയിൽ എടുത്തു, ഇപ്പുറത്തെ ടീമിൽ നിന്ന് സെയിൽ എടുത്തു, അപ്പുറത്തെ ടീമിൽ നിന്ന് സെയിൽ എടുത്തു എന്നൊക്കെ പറയുന്ന സമയത്ത് എത്ര PBയുടെ സെയിൽ ഉണ്ട്, എത്ര പേര് അവരെ കൂടെ ഉണ്ട്, ആ വന്ന ആളുകളുടെ അവസ്ഥ എന്താണ്, ആ വന്ന ആളുകൾ എത്ര പേര് നമ്മൾ പ്രോഗ്രാം വിളിക്കാൻ വരും, ഇതൊക്കെ ഒരു ധാരണ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ പ്രോഗ്രാം വെക്കുമ്പോൾ എന്ത് ചെയ്യും, വലിയ പ്രോഗ്രാമുകൾ ഉണ്ടാവും, ടീമിൽ ഗ്രോത്ത് ഉണ്ടാവും. ടീമിൽ 1 lakh അച്ചീവേഴ്സ് എത്ര ഉണ്ട്, 50,000 കിട്ടിയ എത്ര പേരുണ്ട്, ക്രൈറ്റീരിയ കിട്ടിയ എത്ര പേരുണ്ട്, നമുക്കൊരു കണക്കുണ്ടായിരിക്കണം. ഇനി 50 PB ഒരു സെയിൽ എടുത്തു കഴിഞ്ഞാൽ ക്രൈറ്റീരിയ സെറ്റ് ആവുന്ന എത്ര പേരുണ്ട്, നമുക്ക് അതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. 50,000 രൂപ ഈ ആഴ്ച ഒരു സെയിൽ എടുത്ത് കിട്ടുന്ന എത്ര പേരുണ്ട് നമ്മുടെ ടീമിൽ, നമുക്ക് അതിന്റെ കണക്കുണ്ടായിരിക്കണം. 3 ലക്ഷം രൂപ കിട്ടി തായ്ലൻഡിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒരു 3 മാസം കൊണ്ടോ ആ എമൗണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റാൻ കപ്പാസിറ്റിയും കഴിവുള്ള എത്ര പേര് ഇപ്പൊ നിലവിലുണ്ട്, നമ്മൾ അതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു അക്കൗണ്ടബിൾ ആയിരിക്കണം നമ്മുടെ ടീം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഒറ്റ ഫോർമുലയുള്ളൂ, നിങ്ങളുടെ ഇൻകം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യുവർ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ആയിട്ട് കാര്യമില്ല, നമ്പർ ഓഫ് ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നിങ്ങളുടെ വരുമാനം. അപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം എന്ത് ചെയ്യുക, ലീഡ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലീഡ് എടുക്കുക. ലീഡ് എടുക്കുക വെച്ചാൽ ഒരു കണക്ഷൻ എടുക്കുക, സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ മറ്റുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വഴി, സെമിനാറുകൾ വഴി, വെൽനസ് പ്രോഗ്രാമുകൾ വെച്ച്, അതേപോലെ തന്നെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ വെച്ചുകൊണ്ട്, സൂം പ്രോഗ്രാമുകൾ അയച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ഇമെയിലിലൂടെ മാർക്കറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മാർക്കറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയകൾ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ലീഡ് എടുക്കുക എന്ന് പറയും. അവർ കസ്റ്റമർ അല്ല, നമുക്ക് കിട്ടിയ ഒരു ലീഡാണ്. ആ ലീഡർ എന്ത് ചെയ്യണം, നമ്മള് അവരുടെ ബജറ്റും അവരുടെ അതോറിറ്റിയും അവരുടെ ആവശ്യവും അവരുടെ ടൈം ലൈനും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരെ പോയി കണ്ട് സംസാരിച്ച് നമ്മൾ പ്രോസ്പെക്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം, നമ്മൾ കസ്റ്റമറാക്കി മാറ്റണം. ഇതിന്റെ പിന്നാലെ കൂടുമെന്ന് പറയും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ടെക്നിക്കൽ ആയിട്ടുള്ള വാക്കുകൾ കേട്ട് കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ 4 തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. ഒന്ന്, നമ്മളിപ്പം സമയം വെറുതെ വേസ്റ്റ് ആക്കുവാണ്. 4 തരത്തിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ വില്ലിങ്ങും ഏബിളും ആയ ആളുകൾ ഉണ്ടാവും. നമുക്കറിയാം അയാൾ ഏബിൾ ആണ്, അയാൾ മനസ്സുകൊണ്ട് തയ്യാറാണ്. അവരെന്ത് ചെയ്യുക, പ്രത്യേകം ഫോക്കസ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള വർക്കുകൾ മാക്സിമം കൊടുത്ത് സെറ്റാക്കുക. ബില്ലിംഗ് ആണ്, അണേബിൾ ആണ് എന്ന് വെച്ചാല് അവരെ ട്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി എന്ത് ചെയ്യുക, ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ട് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നീടുള്ള അൺവില്ലിംഗ് ആണ്, അണേബിൾ ആണ് എന്ന് വെച്ചാല് അൺവില്ലിംഗ് എന്ന് വെച്ചാൽ അവര് താല്പര്യമില്ല, അവര് അണേബിൾ ആണ്. അത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവരിങ്ങനെ വെറുതെ വന്ന് പോവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, ഇവരെ പിന്നാലെ അങ്ങോട്ടും. കാരണം ഇവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നല്ല അവർ കേൾക്കാനിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർ നാളെ വരും, മറ്റന്നാൾ വരും, അതിന്റെ പിറ്റേന്ന് വരും. അപ്പൊ ആദ്യത്തെ കാറ്റഗറിയിൽ ബില്ലിംഗ് ഏബിൾ ആയതും അല്ലെങ്കിൽ ബില്ലിംഗ് അണേബിൾ ആയ ആളുകളൊക്കെ എന്ത് ചെയ്യും, നമ്മളെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോകും. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണ്, അൺബില്ലിംഗ് അണേബിൾ ആയിട്ടുള്ള, നമുക്ക് എന്താ പറയുക, ചീപ്പ് കസ്റ്റമർ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളുടെ പിന്നാലെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എന്തായി പോകും, മെല്ലെ മെല്ലെ നമ്മൾ തോറ്റു പോകും. കാരണം അവർ ഓൾറെഡി ആവശ്യമില്ലാതെ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ എന്തിനാ വെറുതെ സമയം കളയുന്നത്.
അത് ഒഴിവാക്കുക, ഇഗ്നോർ ചെയ്യാന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നു മുതൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക. കാരണം ഏറ്റെടുത്ത് ഇരിക്കുന്ന വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. എപ്പോഴും MLM-ലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയാ ദേവന്മാരും ദേവികളൊന്നും പറഞ്ഞ് ജോയിൻ ചെയ്യൂല. MLM-ലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആളുകളായിരിക്കും, നമ്മളെ പോലെയുള്ള മിഡിൽ ക്ലാസ് ആളുകളായിരിക്കും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിലൂടെ കോടികൾ വാങ്ങിയ ആളുകളൊക്കെ നമ്മളെ പോലെ സാധാരണക്കാരാണ്. ജില്ലാ കളക്ടർ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കും എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തൽക്കാലം അതൊന്ന് മാറ്റിവെക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ പോലത്തെ ആളുകൾ കിട്ടിയാൽ മതി. പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ മാൻ വിത്ത് എ പ്രോബ്ലം എന്നാണ്. എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളെ കണ്ടെത്തുന്നുള്ളതാണ്. എനിക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ബയോട്രേറ്റ് എടുത്തത്. പുഷ്കർ സാർ സാമ്പത്തികമായിട്ട് ഉന്നത വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ഏറ്റെടുത്തത്. മിനി മേഡം, യൂനസ് സാർ, അഭിലാഷ് സാർ, മനോജ് സാർ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെ പ്രോബ്ലം ഉള്ള വ്യക്തികളെ കണ്ടെത്തി പ്രോസ്പെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നതാണ്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഫീൽഡിലേക്ക് ഇറങ്ങി ഇത് കണ്ടെത്തി ആ രീതിയിലുള്ള ആളുകളെ നമ്മളെ കൂടെ നിർത്താൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ അച്ചീവ്മെന്റ് കാണിക്കണം. അവർക്കൊരു കോൺഫിഡൻസും അവർക്കൊരു വിശ്വാസവും കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഡയറക്ട് സെല്ലിംഗില് പ്രോസ്പെക്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ മാൻ വിത്ത് ദ പ്രോബ്ലം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവരെ കൂടെ നമ്മളുണ്ട്, ഞാനുണ്ട് കൂടെ, നമുക്ക് ഒരുമിച്ച് പൊളിക്കാം എന്ന് പറയാൻ നമുക്ക് പറ്റണം. ടാർഗറ്റ് ഇങ്ങനെയുള്ള ആളുകളെ ഇന്നു മുതൽ. എത്രത്തോളം ആളുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം, പക്ഷെ നമ്മൾ അവരെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ലീഡ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യണം. അതിന് കുറച്ച് ടെക്നിക്കുകൾ വെച്ചാൽ, ഒന്ന് നമ്മളാദ്യം ഒരു തീരുമാനം എടുക്കുക, മറ്റുള്ള ആൾക്കാരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ നോക്കുക. നമുക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് എടുക്കുക. ഈ 100 രൂപയുടെ സെയിൽ എടുത്ത് ഫാമിലി ബോണസ് അടിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് എടുത്ത് കളിയാം. എന്നിട്ട് എനിക്ക് എന്റെ കൂടെ ആളുകൾ വേണമെന്ന് മനസ്സറിഞ്ഞങ്ങ് തീരുമാനിക്കും. എനിക്ക് റിക്രൂട്ട് ചെയ്യണം, ചെയ്തേ പറ്റും. അതുപോലെ ഇപ്പൊ റിക്രൂട്ടിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയും. നമുക്ക് റിക്രൂട്ടിംഗ് മൈൻഡ് സെറ്റ് ഇല്ല, നമുക്ക് സെയിൽസ് ക്ലോസിംഗ് മൈൻഡ് സെറ്റ് മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ പലർക്കും. സെയിൽ എടുക്കണം, ഓക്കെ, സെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, പിന്നെ അടുത്ത ആഴ്ച സെയിൽ എടുക്കണം. ഇങ്ങനെയുള്ള ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, നമ്മൾ രക്ഷപ്പെടില്ല. മേക്ക് ഫ്രണ്ട്സ്, പുതിയ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. സിനിമാ തിയേറ്ററിൽ നിന്ന് മറ്റുള്ള കമ്പനികളുടെ പിന്നെ ഡയറക്ട് സെല്ലിംഗ് അല്ലാത്ത മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. 500 രൂപ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ കയറി അറ്റൻഡ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും, എല്ലാ ഗ്രൂപ്പിലും നമ്മൾ മെല്ലെ നുഴഞ്ഞു കയറി സജീവമാവുക. അങ്ങനെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ട്രെയിൻ യാത്രയിൽ, ബസ് യാത്രയിൽ, എല്ലാ സ്ഥലങ്ങളിലും, കല്യാണ വീടുകളിലും മരണ വീടുകളിലും ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഒരു പുതിയ പുതിയ ആളുകളെ കാണുമ്പോൾ അവരോട് പുഞ്ചിരിക്കാനും അവരോട് സംസാരിക്കാനും അവരെ ഫ്രണ്ട്ഷിപ്പ് ആക്കി എടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ പുതിയ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ. ഡെയിലി പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സുകൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഓൾവേസ് ബി പ്രിപ്പയർഡ്. എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. നല്ല നല്ല കഥകൾ നമുക്ക് നമ്മൾ കാണുന്ന സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, പ്രോസ്പെക്റ്റിനോട് പറയാനുണ്ടാവണം. അതിന് പ്രോഗ്രാം ഹാളുകൾ കയറണം, സൂം കയറണം. അപ്പൊ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കിട്ടും, അവർക്ക് വരുമാനം കിട്ടിയത് അല്ലെ. ഇവിടെ എത്രയോ ആളുകൾ മനോജ് സാറിന്റെ കഥ പറഞ്ഞ ആളുകൾ കോഴ്സ് ചെയ്യുന്നില്ലേ. സാറേ 22 വർഷം വീടില്ലായിരുന്നു, വാടക വീട് താമസിച്ച മനുഷ്യന്റെ കയ്യിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അദ്ദേഹം ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു. എന്നേക്കാൾ സീരിയസ് ആയതുകൊണ്ട് അദ്ദേഹം ഒരു കൊല്ലത്തിനുള്ള 1 കോടി വാങ്ങി. ഞാൻ എത്രയോ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഥ പറയുന്ന രൂപത്തിൽ യാഥാർത്ഥ്യം പറയാൻ, കള്ളൊന്നും പറയാൻ പോണ്ട, സത്യസന്ധമായി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. 40 ലക്ഷത്തിന് മുകളിൽ വരുമാനം നേടിയ അഭിലാഷ് സാറിന് ഞാൻ ഇവിടെ കണ്ണൂർ ജില്ലയും കോഴിക്കോടും വയനാട് ജില്ലയിൽ, യൂനസ് സാറിന് ഞാൻ ഇവിടെ വിറ്റിട്ടുണ്ട്. ചിലപ്പോ എന്നെ അവരവിടെ വെക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പലരെയും നല്ല നല്ല എന്ത് ചെയ്യുന്ന കഥ പറഞ്ഞുകൊണ്ട് വെക്കുന്നില്ലേ. അതിനൊക്കെ പ്രോഗ്രാമുകളിൽ വേണം. ലിസൺ ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻ, ചോദ്യം ചോദിക്കാനുള്ള, സാറിന് എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നമുണ്ടോ എന്ന് പച്ചക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുന്നത്, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെടുത്തൊരു ചോദ്യം ചോദിക്കുന്ന രീതിയുണ്ട്. നമുക്ക് ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് ഒരു ട്രെയിനിങ് ഇടാം. ന്യൂറോ എന്താ പറയാ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവരൊരു 10 മിനിറ്റ് എങ്കിലും നിങ്ങളോട് ഉത്തരം പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരോട് എന്താ പറയാ അവരുടെ ഒരാളായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ. അതേപോലെ പൈസ അവരോട്, സാറേ 16,500 ഗൂഗിൾ പേ ആണോ ക്യാഷ് ആണോ എന്നുള്ള ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നതാണ്.
സാറ് 16,500 കൂടെ ഒരു 6,500 രൂപ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ 6 അൾട്രാ ബെറി കിട്ടും. ഒരു ബെറി സാറ് കുടിച്ചോ, ബാക്കി 5 വിറ്റ് കഴിഞ്ഞാൽ 20,000 രൂപ കിട്ടും എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിട്ട് നമ്മൾ മാറുന്നത്. നമുക്ക് പറയുന്നത് എന്താ? നമ്മൾ അവിടെ ഒരു മീറ്റിംഗ് നടത്തി കൊടുത്താൽ പോരെ? നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പാക്കേജ് ഒക്കെ എന്നുള്ളത് നമുക്ക് ആദ്യം ബോധ്യം വേണമെന്നുള്ളതാണ്. അതുപോലെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരെ ഹേർട്ട് ചെയ്യാത്ത തരത്തിലേക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് നമ്മളോട് ഇങ്ങോട്ട് പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്ന, അവരുടെ സാമ്പത്തികവും ആരോഗ്യപരമായ പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. നമുക്ക് എപ്പോഴും നല്ല ഉത്സാഹം ഉണ്ടായിരിക്കണം. ഉത്സാഹം ഇല്ലെങ്കിൽ അന്ന് മാർക്കറ്റ് പോകരുത്, അന്ന് നിങ്ങൾ കിടന്നുറങ്ങിക്കോ. ജപ്പാനിലൊരു പഴമൊഴിയുണ്ട്, നമ്മൾ ടെൻഷൻ ആണെങ്കിൽ നമ്മൾ ഒരു തലേണ എടുത്തിട്ട് ഉറങ്ങാൻ പോകുക, അന്ന് പണിക്ക് പോകരുത്. ബയോട്ട് ഓറിയന്റ് ചെയ്യുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ഫീൽഡിൽ പോകണ്ട, നിങ്ങൾ സിനിമക്ക് പോയിക്കണം. നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? നല്ല എനർജറ്റിക് ആയിരിക്കണം, എന്തൂസിയാസം ഉണ്ടായിരിക്കണം, ഉത്സാഹത്തോടെ കൂടി വേണം. ഇല്ലെങ്കിൽ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ആ മനുഷ്യൻ. പക്ഷെ നമ്മുടെ ഉത്സാഹം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉത്സാഹം ഇല്ലാത്ത അപ്ലൈനെ കൂട്ടിയിട്ട് നിങ്ങൾ തീരെയും പോകരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നില്ല നിങ്ങൾ കുറ്റം കാണാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് അതിന്റെ മുകളിൽ വേറെ അപ്ലൈൻ ഉണ്ടാവും, അദ്ദേഹത്തെ കൂട്ടി പോവുക. നിങ്ങൾക്കാണ് ബോധം വേണ്ടത്, ഇയാളെ കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആളുകളെ കൂട്ടി കൊണ്ടുപോകാന്നുള്ളതാണ്. വലിയ സ്വപ്നങ്ങൾ വെക്കുക എന്നുള്ളതാണ് യൂസ് സോഷ്യൽ മീഡിയ. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ബയോട്ട് റൈറ്റ് എടുത്ത് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 7:03 5 മിനിറ്റ് കൊണ്ട് നിർത്താം. നമുക്ക് നമ്മുടെ കൊച്ചുമക്കൾക്ക് അല്ലെ ഒരു ഉടുപ്പ് വാങ്ങി കൊടുക്കുമ്പോ നമ്മളെപ്പോഴും പറയും ടാഗ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാങ്ങൂല എന്നൊക്കെ പറയും. അത് എപ്പോഴും എല്ലാ ട്രെയിനിങ്ങിലും കേട്ടാണ്. പക്ഷെ ആത്മാർത്ഥമായിട്ട് നോക്കുക. നമുക്ക് നമ്മുടെ മക്കൾക്ക് ഉടുപ്പ് വാങ്ങി കൊടുക്കാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. പക്ഷെ നമുക്ക് സാമ്പത്തിക സ്ഥിതി, ഇന്ന് 40,000 50,000 കിട്ടുന്ന ആള് പോലും ഇങ്ങനെയുള്ള ഒരു ഉടുപ്പ് വാങ്ങി കൊടുക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എക്കണോമി. അങ്ങനെയാണോ? ഇങ്ങനെയുള്ള നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, നല്ല ഡ്രസ്സ് കൊടുത്ത് എന്താ പറയാ അണിഞ്ഞൊരുങ്ങി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ എന്റെ ഭാര്യ, എന്റെ അമ്മ, അല്ലെങ്കിൽ എന്റെ പെങ്ങള് ഇങ്ങനെ നല്ല ഡ്രസ്സ് ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവും ഏട്ടനും അച്ഛനും ഒക്കെ ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നല്ല ഡ്രസ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാർപ്പിടവും വസ്ത്രവും ഒക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെ നല്ല സ്കൂളുകൾ പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പുറത്തുണ്ട്. ഒരു നല്ല ഫംഗ്ഷൻ വരുമ്പോ നല്ല കോസ്റ്റ്ലി ചോക്ലേറ്റുകൾ, വർഷത്തിൽ ഒരു ബർത്ത്ഡേ വരുമോ? 365 ദിവസം കഴിഞ്ഞ് വരുന്ന ഒരു ബർത്ത്ഡേക്ക് ഒരു 5,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പോരായ്മയാണ്. നമുക്കറിയാം, നമ്മൾ ആകെ വാങ്ങിക്കൊടുക്കുക കിൻഡർ ജോയിയായിരിക്കും, അതിനകത്ത് 35 രൂപയുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് മിൽക്കാനോ, ഡോബ്രോ, ഹെർഷീസ്, ഫെറാറോ റോഷർ കിസസ്, ഹെർഷീസ് കിസസ്, ഒരുപാട് ഈവൻ നമ്മുടെ നെസ്ലയുടെ ചോക്ലേറ്റ് ഇല്ലേ, മാക്കിൻഡോഷ്, ഇങ്ങനെയൊക്കെ ഇല്ലേ. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: സാമ്പത്തികം തന്നെയാണ്. അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇതുപോലെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പോട്ടെ വിട്ടേക്ക്. ഇങ്ങനെയുള്ള ആളുകൾ, മണി അല്ലെ, എല്ലാവർക്കും അത്യാവശ്യമാണ് ജീവിതത്തിൽ. അതില്ലാതാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വേദന അനുഭവിച്ച ആളുകളെ വേണം നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പണം ഇല്ലാത്ത അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച ആളുകൾ മാർക്കറ്റിലുണ്ട്. അവരെ കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോസ്പെക്ട് എ മാൻ വിത്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അല്ലെ. പണമൊന്നുമല്ല എന്ന് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ക്ലീഷേ സ്റ്റുപ്പിഡ് ഡയലോഗ് പറയുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ അതിന്റെ മുന്നേ ആവശ്യത്തിന് പണം കണ്ടെത്തണം എന്ന് പറഞ്ഞ വാരൻ ബഫറ്റ്. നിങ്ങൾ പണം ഉണ്ടാക്കിയിട്ട് പറഞ്ഞോ പണമൊന്നുമല്ല. വീടുകൾ വെക്കണം, വാഹനങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനമാണ്, ഇങ്ങനെയൊക്കെ ഉള്ള അതിയായ ആഗ്രഹങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യാം, നമ്മൾ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യാം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കണം. ഇവിടെ നിൽക്കണോ പോകണം? ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്റെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുതരും, ഞാൻ ഇവിടെ രക്ഷപ്പെടും, കഴിഞ്ഞ 40 കൊല്ലം പണിയെടുത്തുണ്ടാക്കിയതിനാൽ കൂടുതൽ വരുമാനം ഈ ബയോടൂറിസത്തിന്റെ ബിസിനസ് പ്ലാനിലൂടെ നേടിയെടുക്കാൻ പറ്റും എന്ന് ആദ്യം ഉള്ളിൽ ഒരു ഉറച്ച വിശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം.
ഇവിടുന്ന് ഇപ്പൊ മനോജ് സാർ വന്നിട്ട് എത്ര ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് വന്ന് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി. ഇത് കോഴി മുട്ട വിരിയുന്നത് ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ടാണ്, അല്ലാതെ പുറത്ത് മുട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ജീവൻ ഉണ്ടാവില്ല, ചത്തുപോകും എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി കേട്ടത് നിങ്ങളാണ്, ഈ ഓപ്പർച്യൂണിറ്റി വരുമാനം വാങ്ങിയ ആളുകളെ കണ്ടത് നിങ്ങളാണ്, ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഇപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങളാണ് കണ്ടത്, ഈ കമ്പനി കണ്ടത് നിങ്ങളാണ്, ഈ MD കണ്ടത് നിങ്ങളാണ്, ഈ കമ്പനിയുടെ വരുമാനം നേടിയ 12 കോടിയും 20 കോടിയും നേടിയ ആളുകളെ നമുക്ക് നേരിട്ടറിയാം. നമ്മുടെ മനോജ് സാറിന്റെ ഒക്കെ ഗ്രേറ്റ് അപ്ലൈൻ 12 കോടിക്ക് മുകളിൽ വരുമാനം നേടിയ ആളുകൾ നമ്മളിപ്പോ ബോംബെ പോയ സമയത്ത് കണ്ടതാണ്. വരുമാനം കിട്ടും എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ഈ ബിസിനസ് എന്റേതാണ് എന്നുള്ളത്. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങൾ ഇപ്പൊ ഒരു മുട്ടത്തോട്ട് കംഫോർട്ട് സോണിലാണ് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് എന്താവട്ടെ, ദൈവം ഈ ഒരു കരുത്ത് തരട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു. യു വിൽ നെവർ ഗെറ്റ് അഹെഡ് ഇഫ് യു ഡോണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ്. There is never been a better time to start than today. ഇന്നത്തെ ദിവസമല്ലാതെ വേറൊരു ദിവസം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനില്ല. ഇന്നത്തെ ദിവസമാണ് ഏറ്റവും ബെസ്റ്റ് ദിവസം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, മുന്നോട്ട് പോകാൻ വേണ്ടി. ചാലഞ്ചസ് ആർ ടെമ്പററി, സിസ്റ്റംസ് ആർ പെർമനന്റ്. ടീമിലൊരു സിസ്റ്റം ഉണ്ടാക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, സിസ്റ്റം ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ നമ്മൾ ആദ്യം ടീമിലൊരു സിസ്റ്റം കൊണ്ടുവരിക. സിസ്റ്റം എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന തരത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ടീമിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവരാണ്. നമുക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കും. വീണ്ടും ഞാൻ പറയാണ്, ഈ പ്ലാനിലേക്ക് നോക്കുക. ഒരു PVക്ക് 40 രൂപ എന്ന് പറയുന്നത് 1300 രൂപ ഒരു കട്ട് ഓഫ് കിട്ടുമ്പോൾ 52,000 രൂപ. അതിന് പകുതി കിട്ടിയാൽ പോലും ഒരു കട്ട് ഓഫിന് 25,000 രൂപ കിട്ടും അല്ലെ. 400 PV 500 PVയുടെ സെയില് ഒരു ടീമിൽ ഒരാഴ്ച വെച്ചാൽ തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദയവ് ചെയ്ത് ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നതാണ്. ഇവിടെ വന്ന് നമ്മൾ ആരെന്ത് ക്ലാസ് എടുത്തിനും കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവൂ. എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വിനിത് സാർ. കാരണം ഒരു ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളാണ് സാർ പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. നമുക്ക് സമയം കുറച്ച് വൈകിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ മനോജ് സാറ് ഇവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. മനോജ് സാറിന്റെ വാക്കുകൾക്ക് വേണ്ടി പിന്നെ കാതോർക്കാം. അതിനുവേണ്ടി മനോജ് സാർ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മനോജ്. ഓക്കെ സാർ, താങ്ക് യു പുഷ്കരൻ സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മളെല്ലാം പ്രിയങ്കരനായ ബിനീഷ് സാറാണ് സംസാരിച്ചത്. ടീം ബിൽഡിങ്ങിന്റെ ആവശ്യകതയെ കുറിച്ച് വളരെ വ്യക്തമാകുന്ന രീതിയിൽ, സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ, ശാസ്ത്രീയമായും ഒക്കെ തന്നെ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കൺഗ്രാജുലേഷൻ ബിനീഷ് സാർ. ബിനീഷ് സാറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്വന്തം സ്വകാര്യ അഹങ്കാരം എന്ന് പറഞ്ഞ പോലെ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഇഷ്ടിക വെക്കാത്ത, തലക്കനമില്ലാത്ത, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്, ഒരു ട്രെയിനറാണ് നമ്മുടെ പ്രിയങ്കരനായ ബിനീഷ് സാർ. ഓരോ സെഷൻ ചെയ്യാൻ പറയുമ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി വരികയും എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ സെഷൻ ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരികയും ഓരോരോ PPTയിലും മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇന്ന് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുന്നവർ കേവലം ഒരു കേൾവിക്കാരായി മാറാതെ ഇത് കേട്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുവാനും അത് പ്രയോഗത്തിൽ കൊണ്ടുവരുവാനും അതിലൂടെ വിജയിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമാണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കേട്ട് ഈ ചെവിയിലൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ നമ്മൾ ഈ 1 മണിക്കൂർ വേസ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം നമ്മുടെ ടീമിൽ? നല്ല ടീമിനെ ബിൽഡ് ചെയ്താൽ നമുക്ക് ലൈഫിൽ എങ്ങനെ സക്സസ് ആവാൻ വേണ്ടി സാധിക്കും? ഡയറക്ട് സെല്ലിങ്ങിൽ സക്സസ് ആകുമ്പോൾ ടീമിന്റെ പ്രാധാന്യം, അതായത് ഒരു സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒറ്റക്കല്ല വർക്ക് ചെയ്യുന്നത്, സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇപ്പം നടക്കുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിൽ ഇന്ന് 200 ചില്ലാൻ പേര് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മതിയോ? അല്ലെ, നമ്മുടെയൊക്കെ ടീമിൽ എത്ര പേരുണ്ട്? നിങ്ങളുടെ ടീമിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എത്ര പേര് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊന്നും ഈ സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ടീമിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും എടുത്തു നോക്കുക, നിങ്ങൾ സ്വയം അത് അനലൈസ് ചെയ്ത് നോക്കുക. എത്ര പേര് നിങ്ങളുടെ ടീമിൽ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്? അതിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർ എത്രയുണ്ട്? അവർ പോലും ഈ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ടാവില്ല. അവർ സിസ്റ്റത്തിന്റെ ഭാഗമല്ല.
സിസ്റ്റത്തിന്റെ ഭാഗമല്ലാതിരുന്നാൽ നമുക്ക് വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. കാരണം പുതിയ പ്ലാൻ 1-ാം തീയതി ഇംപ്ലിമെന്റ് ചെയ്യണം. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് രംഗത്ത് ഭൂകമ്പം സൃഷ്ടിക്കുന്ന ഒരു പ്ലാനാണിത്. ഒരു സംശയവും വേണ്ട അല്ലേ. 40 വർഷം 30 വർഷം ഇവിടെ വർക്ക് ചെയ്ത കമ്പനികള് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് ഉണ്ടായപ്പോ കേവലം 5 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് തന്നെ നമ്മുടെ കമ്പനി 13-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ വളർച്ചയുടെ പ്രാധാന്യം എന്താ, അതിന്റെ നിരക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഇൻകത്തിന്റെ അട്രാക്ഷൻ കൊണ്ട് തന്നെയാണ് വന്നത്. ഇനി വരുന്നത് അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അല്ലെ. 15,000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് നമുക്ക് ഇനി കിട്ടാൻ വേണ്ടി പോകുന്നത്, അതായത് 30,000 രൂപ ഒരു ദിവസം കിട്ടിയ സ്ഥാനത്ത് കിട്ടാൻ വേണ്ടി പോകുന്നത് പെർ ഡേ 1,02,000 രൂപയാണ്, 4,000 രൂപയാണ്, 1,04,000 രൂപയാണ്. അപ്പൊ അതിന്റെ വർധനവ് നോക്കണം. അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ബിസിനസ് ഗ്രോത്ത് കമ്പനിക്ക് ഉണ്ടാവും. വരും വർഷങ്ങളിൽ 13-ാം സ്ഥാനത്ത് നിന്ന് ഒരു 4-ഓ 5-ഓ സ്ഥാനത്തേക്കും പിന്നെ ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും 1-ാം സ്ഥാനം കൈവരിക്കുന്ന ഒരു കമ്പനിയായിട്ട് ഈ ബയോട്ടോറിയം മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അങ്ങനെ മാറുമ്പോഴും നമ്മൾ മാറ്റത്തിന് വിധേയമാകണമെങ്കിൽ നമ്മൾ നമ്മുടേതായ ടീമിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതാണ് മിനീഷ് സാർ ഇവിടെ പറഞ്ഞത്. അല്ലെ, പുതിയ പ്ലാനിനെ കുറിച്ച് ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു കമ്പനിയും കൊടുക്കാത്ത രീതിയിൽ 100 PV മാച്ച് ചെയ്യുമ്പോൾ 4,000 രൂപ കൊടുക്കുന്നത്. ബാക്കി എല്ലാ കമ്പനിയിലും 100 PV മാച്ച് ചെയ്ത് 1,000 രൂപ അല്ലെങ്കിൽ 1,500 രൂപ കിട്ടത്തുള്ളൂ. ഇവിടെ 4,000 രൂപയാണ് ഒരു 100 PV മാച്ച് ചെയ്യുമ്പോൾ. അത് എവരി കട്ട് ഓഫ് അതാണ്, എവരി കട്ട് ഓഫ്. നേരത്തെ നമുക്ക് ഒരു 100 PVക്ക് മാത്രമേ കിട്ടുള്ളൂ അല്ലെ, 5,940 രൂപ പ്ലസ് 850 രൂപ. പക്ഷേ പിന്നീട് വരുന്ന ഒരേ കട്ട് ഓഫിൽ വന്നില്ലെങ്കിൽ നമുക്ക് 880 രൂപക്ക് പകരം ഇപ്പൊ തരാൻ വേണ്ടി പോകുന്നത് എപ്പോ വെച്ചാലും 4,000 രൂപയാണ്. ഹ്യൂജ് ഇൻകമാണ്. ഇത് ചിലർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചില ആളുകൾ ഫാമിലി ബോണസ് എടുത്തു കളഞ്ഞു എന്നാ പറയുന്നത്. ഫാമിലി ബോണസ് എടുത്ത് കളയല്ല ചെയ്തത്, ഫാമിലി ബോണസ് കൂട്ടിത്തരികയാണ് ചെയ്തത് അല്ലെ. ഓരോ 100 PVക്കും 4,000 രൂപ എന്ന് പറഞ്ഞാൽ ഫാമിലി ബോണസ് എല്ലാ 100 PVക്കും തരികയല്ല ചെയ്തത്. ഇവിടെ ചില ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഇവിടെ നമ്മൾ വരുന്നത് ഒരു 100 PVയുടെ ബിസിനസ് ചെയ്യാനല്ല വരുന്നത്, ആണോ? ഒരു 100 PVയുടെ ബിസിനസ് ചെയ്യാമെന്ന് കൂലിപ്പണിക്ക് പോയാൽ മതി. അവർ ആഴ്ചക്ക് ഒരു 100 PV ചെയ്താൽ 6,800 രൂപ കിട്ടുന്ന കൂലിപ്പണിക്ക് പോയാൽ അതിനേക്കാൾ കൂടുതൽ കിട്ടും. അവർ ഈ ബിസിനസ് ചെയ്യണ്ട, അവര് ഡയറക്ട് സെല്ലിംഗ് ചെയ്യണ്ട, അവര് കൂലിപ്പണിക്ക് പോയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ആഴ്ചക്ക് ഒരു ബിസിനസ് ചെയ്യുക, എന്നിട്ട് മാസത്തിൽ 4 ബിസിനസ് ചെയ്യുന്നത് അവർക്കുള്ളതല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പം ഒരു പാസീവ് ഇൻകത്തിലേക്ക് നമ്മൾ അറിയാതെ ഒരു ഹ്യൂജ് ഇൻകം കിട്ടുന്ന ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതിനാണ് ഇപ്പൊ ഇവിടെ സാധ്യത തുറന്നിരിക്കുന്നത്. നേരത്തെ ഈ ഒരു 100 PVക്ക് മാത്രം ഫാമിലി ബോണസ് വെച്ചപ്പോൾ അവിടെ എന്താണ് ഹോൾഡിംഗ് ആണ്. ഒരു എൻട്രി വന്നാൽ ആരും എൻട്രി ചെയ്യില്ല. അതവിടെ പിടിച്ചു വെച്ച് അടുത്തത് വരാൻ വേണ്ടി കാത്തിരിക്കുക. ഒരു മാസം വരെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് പ്രൊഡക്റ്റ് കൃത്യമായിട്ട് കൊടുക്കില്ല. ഇപ്പൊ ടീം നെഗറ്റീവ് ആകുകയാണ്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോ വെച്ചാലും 4,000 രൂപ കിട്ടുന്ന ഒരു സംവിധാനം. അതിന്റെ അടിസ്ഥാനത്തിൽ പലർക്കും ഫാമിലി ബോണസ് കിട്ടാതെ ടീമിന്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഞാൻ അറിയാതെ നിങ്ങൾ വെച്ച് എന്റെ അടുത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, രാത്രി 12 മണിക്ക് കൊണ്ടുവെക്കുക, 3 മണിക്ക് കൊണ്ടുവെക്കുക, മറ്റുള്ളവർ അറിയില്ല. ഈ രീതിയിൽ ടീമിനകത്ത് ഞാൻ ഇപ്പോൾ ടീം മെമ്പേഴ്സ് ആണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നത്. അതുകൊണ്ട് ടീമിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് അത് നമുക്ക് ഓവർകം ചെയ്യാൻ ഈ പ്ലാൻ ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കുക. അവസാനം ഇവിടെ മിനീഷ് സാറ് കാണിച്ച ഒരു പടമാണ് ഞാനിപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും കൂടി കൊണ്ടുവരുന്നത് അല്ലെ. ആ കോഴിമുട്ട ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ, ആ മുട്ടത്തോടിനകത്ത് അല്ലെ. അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ തനിയെ പൊട്ടും ആ തോട് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് കോഴി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. പുറത്തുനിന്ന് മുട്ടി കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അത് ചത്തുപോകാനകത്ത് അല്ലെ. അതുപോലെയാണ് ഞാനും മിനീഷ് സാറും ആരും ഇവിടെ വന്നിട്ട് ഡെയിലി വിനോദ് സാറും ആരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ പറഞ്ഞതിനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നിങ്ങൾ സ്വയം തീരുമാനിക്കാതെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് തീരുമാനിക്കണം. അടുത്ത ദിവസം 1-ാം തീയതി മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്റെ വരുമാനം ഇത്ര രൂപയായിരിക്കും എന്ന് ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. അതിനുള്ള പ്രവർത്തനം ഇപ്പൊ തന്നെ തുടങ്ങണം. എല്ലാ ടീമിനെയും വിളിച്ചു ചേർക്കുക. ചിലപ്പോൾ കുറച്ച് ഇനാക്റ്റീവ് ആയ ടീമുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. പല പ്രയാസങ്ങൾ ഈ ഫാമിലി ബോണസിന്റെ ഇഷ്യൂസ് ഒക്കെ കൊണ്ടുപോയവരും അവരെയൊക്കെ നിങ്ങൾ പോയി കാണുക. നേരിട്ട് വിളിച്ചു ചേർത്തുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത വർഷം എന്ന് പറയുന്നത് 2027 ഈ അടുത്ത ഓണമാകുമ്പോഴേക്കും നമ്മുടെ എല്ലാം അക്കൗണ്ടിൽ ഈ പറഞ്ഞ രീതിയിൽ 3 കോടിയും 4 കോടിയും 2 കോടിയും 1 കോടിയും ഒക്കെ നേടാൻ പറ്റുന്ന വലിയൊരു അവസരം ഇവിടെ തുറന്നിട്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്.
ഇത്രയും പറഞ്ഞുകൊണ്ട് അതിനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും മനസ്സൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈബാട്ടോറിയം. താങ്ക് യു.